പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. കലാമുന ലഫ്ളും ജോറ് ഇല്ല, ആവേശമില്ല. കലാമുന പരിശുദ്ധമായ കലാമ് അല്ലാഹുവിന്റെ കലാമ്. ഈ കലാമ് എല്ലാ വിഷയത്തിലും പൂർണ്ണമായ ആശയ ഉൾക്കൊണ്ടതല്ലേ. കലാമ് ചൊന്നിങ്ങനെ കലാമുന ലഫ്ളും മുഫീദല്ലേ, ഉപകാരമുള്ള അല്ലെങ്കിൽ അർത്ഥമുള്ള ഒരു പലക്കയറ്റിക്കിട്ട് കലാമ് ചൊന്നെങ്കിൽ അല്ലേ. അള്ളാഹുടെ കലാം ചൊന്നെങ്കിൽ എല്ലാ വിഷയത്തിലും, ലോകത്തുള്ള എല്ലാ വിഷയത്തിലും പൂർണ്ണമായ അർത്ഥം കൊടുക്കടേ ഒരു കിതാബായിട്ടിക്കിട് കലാം അല്ലേ പരിശുദ്ധമായ ഖുർആൻ ചൊല്ലത്. ഈ ഖുർആൻ്റെ തഫ്സീർ എന്നെന്തേ ഫസറ തഫ്സീറൻ അല്ലേ, വ്യാഖ്യാനിക്കൽ. പരിശുദ്ധമായ ഖുർആൻ്റെ വ്യാഖ്യാനിക്കലാണ്. എങ്ങനെ വ്യാഖ്യാനിക്കടേ? നമുക്ക് ബേനായ പോലെ വ്യാഖ്യാനിക്കണം, ഓരോരുത്തർക്ക് തോന്നിയ പോലെ അവിടെ ഇല്ല. പരിശുദ്ധമായ ഖുർആൻ്റെ വ്യാഖ്യാനിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ആയത്തും സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ എത്ര സൂറത്തുണ്ട്? 114 സൂറത്തുണ്ട് അല്ലേ. 114 സൂറത്തിലെ യഥാർത്ഥ രൂപത്തെ അർത്ഥങ്ങൾ അത് നൽകുന്നതായിട്ടേക്കടെ ഏത് ചൊല്ലത് തഫ്സീർ. ആ തഫ്സീർ ഞങ്ങൾ എന്താക്കണോ നല്ല രൂപത്തിൽ, ഏതെല്ലാം രൂപത്തിൽ തഫ്സീറുണ്ട് പരിശുദ്ധമായ ഖുർആൻ്റെ നമുക്ക് ഏതെല്ലാം രൂപത്തിൽ മനസ്സിലാക്കാൻ ചൊല്ലേ വിഷയങ്ങളാണ് ഞങ്ങൾ നോക്കണായത്. തഫ്സീർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ കലാമായ തഫ്സീർ, ഈ തഫ്സീരെ വ്യാഖ്യാനം ചെയ്ത ആൾമാർ, അതിനർത്ഥം യഥാർത്ഥ ചൊല്ലതാറ് ഒന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ്റെ അർത്ഥം നമുക്ക് പൂർണ്ണമായി വിശദീകരിച്ചിട്ടുണ്ട്. ഷോർട്ടായിട്ട് ഒരുപാട് വിഷയങ്ങൾ ചൊല്ലുകൊണ്ട് ചെറിയ രൂപത്തിൽ തഫ്സീർ ഒരു ആമുഖം ചൊന്നിട്ട് ബാക്കിയുള്ള വിഷയങ്ങൾ സംശയത്തിനും പല ചർച്ചകൾക്കും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഖുർആനും സയൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടല്ലേ, ചർച്ചകൾ ചെയ്യണമായ പല വിഷയങ്ങളും ഞങ്ങൾ എന്താക്കാമുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഖുർആൻ്റെ വ്യാഖ്യാനം ചെയ്യുന്ന ആറ്. മുഫസ്സിർ ആരാണ്? നബിതങ്ങളാണ്. ഖുർആൻ്റെ യഥാർത്ഥ അർത്ഥം ഖുർആൻ ആർക്ക് അവതരിപ്പിച്ചേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിപ്പിച്ച കിതാബാണ് ഏത്? പരിശുദ്ധമായ ഖുർആൻ. അപ്പോൾ അതിൽ യഥാർത്ഥ അർത്ഥം ചൊല്ലണ അയാളാറ്? നബിതങ്ങളല്ലേ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടത്തിൽ പഠിച്ച, നബിതങ്ങൾ നേരിട്ട് പഠിച്ച ആൾമാർ സ്വഹാബികളായിട്ടിക്കിട്. ആ സ്വഹാബികളാണ് ഈ പരിശുദ്ധമായ ഖുർആൻ്റെ വ്യാഖ്യാനങ്ങൾ ചൊല്ലി. അതിൽ പ്രധാനപ്പെട്ട ആളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആര്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീൻ അല്ലേ. മുഫസ്സിർ പറഞ്ഞെങ്കിൽ ചൊന്നെങ്കാറ് ഖുർആൻ്റെ വ്യാഖ്യാനം എഴുതുന്ന ആൾമാർ റഈസ് ചൊന്നെങ്കാറ് റഅസ് ചൊന്നയുടെ തല അല്ലേ. റഈസ് ചൊന്നെങ്കിൽ അധ്യക്ഷരല്ലേ അല്ലേ, അതിന് മുഖ്യസ്ഥർ അല്ലേ. റഈസുൽ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങളുടെ റഈസായിട്ട് അറിയപ്പെട്ട ആളാറ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ സ്വഹാബികളുടെ ഖുർആൻ്റെ വ്യാഖ്യാനം ചൊല്ലിയ പ്രധാനപ്പെട്ട സ്വഹാബികളാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ അല്ലേ. നാണ് ഇൽമുടെ ഒരു ടൗൺ ആയിട്ടിന്നെങ്കിൽ, ഒരു പട്ടണമായിട്ടിന്നെങ്കിൽ അലി റളിയല്ലാഹു അൻഹു അതിൻ്റെ ബായിലായിട്ടേക്കിരുണ്ട് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലും. അതുപോലെ തന്നെ സ്വഹാബികളുടെ കൂട്ടത്തിൽ പിന്നൊരാളാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആര്? അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇപ്പം എത്ര ആൾ പേര് ചൊന്നതാണ് സ്വഹാബികളുടെ കൂട്ടത്തിൽ? ചെറിയ മുഫസ്സിരീങ്ങളല്ലേ, ഖുർആൻ്റെ വ്യാഖ്യാനം ചെയ്ത ആൾമാർ. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ആൾ പറഞ്ഞു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ താബികൾ ചൊന്നെങ്കാറ് ചൊല്ലറും സ്വഹാബികൾ ചൊന്നെങ്കാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട ആൾമാർ അല്ലേ. കണ്ടിട്ട് ദീനിയായ മുഅ്മിനായ നിലയ്ക്ക് നബി തങ്ങളെ കണ്ട ആൾമാരാണ് അല്ലേ. അതിലും നബി തങ്ങളിൽ നിന്ന് പഠിച്ച ആൾമാർ. അതുപോലെ തന്നെ താബികൾ ചൊന്നെങ്കാറ് നബി തങ്ങളെ കണ്ടാറങ്ങാ ഇല്ല അല്ലേ. താബികളുടെ കൂട്ടത്തിൽ ഒരുപാട് മുഫസ്സിരീങ്ങളുണ്ട്. പരിശുദ്ധമായ ഖുർആൻ്റെ വ്യാഖ്യാനിച്ചുള്ള ഒരുപാട് ആൾമാരുള്ളവർ. ഒന്ന് മുജാഹിദ് റളിയല്ലാഹു അൻഹു, മുജാഹിദ് ബിൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. ഒരുപാട് ആൾമാരുള്ള ഒരു ചെറിയൊരു സൂചനയാണ് താബികളുടെ കൂട്ടത്തിൽ ആരെല്ലാം ഉള്ളാറും ചൊല്ലിക്ക്. അതുപോലെ തന്നെ അതാബിൻ അബീ റബാഹ് റളിയല്ലാഹു അൻഹു, അതാബിന് തഫ്സീർ ഓതുന്ന ആൾമാർ ചെറിയ മക്ക ഒന്ന് കേട്ട് ശേഖരിക്കും, പിന്നത്തെ വിഷയങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതാബിന് സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു കേട്ടില്ലേ. പല ചരിത്രങ്ങൾ പറയുമല്ല സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു കേട്ടില്ലേ. താബികളെ പെട്ട പ്രധാനപ്പെട്ട ഒരാളാണ്. അതുപോലെ തന്നെ മുഫസ്സിർ കൂടിയാണ്.
അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ഖുർആൻ്റെ അവലംബം എങ്ങനെയാണ്, തഫ്സീർ എങ്ങനെ തഫ്സീർ ചെയ്ത് വ്യാഖ്യാനിക്കണേ എങ്ങനെ. ഒരാൾ ഞങ്ങൾക്ക് തോന്നിയ മാതിരി ഇതാക്കവിടെ ഒരാൾ പരിശുദ്ധമായ ഖുർആൻ്റെ സ്വന്തം അഭിപ്രായത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ, നരകത്തിൽ അവൻ്റെ സീറ്റ് ഉറപ്പിക്കട്ടുണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലി. ഖുർആൻ്റെ വ്യാഖ്യാനിക്കലേക്ക് പല നിബന്ധനകളുണ്ട്. ഖുർആൻ്റെ വ്യാഖ്യാനിക്കൽ എങ്ങനെ ചൊന്നുണ്ടായി. ഒന്നാമത്തത് ഖുർആന് തന്നെ ഖുർആൻ്റെ വ്യാഖ്യാനിക്കണം. ഖുർആന് തന്നെ അല്ലെ, അൽ ഖുർആൻ യുഫസ്സിറു ബഅ്ളുഹു ബഅ്ളാ, ഖുർആൻ്റെ ചിലത് പിന്നെന്തിനെ വ്യാഖ്യാനിക്കണം. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അർത്ഥം എന്തിന്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. പറഞ്ഞോ, എതിർ പറഞ്ഞ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ വഴിയിലേക്ക് നീ ഹിദായത്താക്കണമേ. അല്ലേ, ഹിദായത്തായിട്ടില്ലേ? ഇപ്പം ഹിദായത്ത് കിട്ടിയിട്ടില്ലേ? നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടിയിട്ടില്ലേ? ഹിദായത്ത് കിട്ടിയതുകൊണ്ടല്ലേ മുസ്ലിം ആയത് അല്ലേ. അപ്പോൾ ഹിദായത്തുക്ക് അമ്രുക്ക് ദവാമിൻ്റെ അർത്ഥം കൊണ്ടുണ്ടല്ലോ ഞങ്ങളെ മാനിയിലുള്ള കണ്ട് നഫായിസെല്ലാം പഠിച്ചിട്ടില്ലേ. എന്താണ് ഹിദായത്താക്കിയതിന് ഹിദായത്തിനെ നിലനിർത്തനേ. ഇപ്പം ഞങ്ങൾ ചൊല്ലയുടെ അർത്ഥം എന്തിനാ ഉള്ളവർ? ഹിദായത്ത് കിട്ടാത്ത ആൾ ഹിദായത്ത് കിട്ടണമെന്ന് ചൊല്ലാം. ഞങ്ങൾ ചൊല്ലയുടെ അർത്ഥം എന്തിനേ? ഹിദായത്ത് എന്താക്കണം? ഇപ്പം കിട്ടി ഹിദായത്തുണ്ടല്ലേ, ഇപ്പം ഈമാനോട് കൂടിയില്ല, നിങ്ങൾക്ക് ഈമാനില്ലേ, മുസ്ലിമല്ലേ, ആ ഹിദായത്ത് എന്താക്കണോ? നിലനിർത്തുകയായിട്ടുള്ളത് ആണ്. അപ്പോൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ചൊല്ലത്, ഈ സിറാത്തുൽ മുസ്തഖീം ചൊന്ന എന്തിനാ ചൊല്ലറോ? സ്ട്രൈറ്റ് പാത്ത് അല്ലേ, നേരായ തെരു. നേരായ തെരു ചൊന്നെങ്കിയത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം അല്ലേ, ഏത് അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. സൂറത്തു നിസായുടെ 67-ാമത്തെ ആയത്ത്. ഈ സിറാത്തുൽ മുസ്തഖീം ചൊന്നുകാറ് അത് സ്വാലിഹീങ്ങളുടെ തെരുവാണ്, ശുഹദാക്കളെയും അമ്പിയാക്കളുടെ തെരുവുണ്ട്. പരിശുദ്ധമായ ഖുർആനെ വിശദീകരിക്കട്. രണ്ടാമത്തേതാണ് ഖുർആൻ്റെ വ്യാഖ്യാനിക്കുന്നത് ഹദീസുകളെ കൊണ്ടാണ്. ഏത് ഹദീസുകളെ കൊണ്ടാണ്, സഹാബികളുടെ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളെ കൊണ്ടാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി, മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നെ ഒട്ടിക്ക് പഠിച്ച നബി തങ്ങളുടെ കൂടെ പഠിച്ച സഹാബികളുടെ പലക്കങ്ങളെ കൊണ്ടാണ് ഖുർആൻ്റെ വ്യാഖ്യാനിക്കൽ. അത് കഴിഞ്ഞെങ്കിൽ പിന്നെ വ്യാഖ്യാനിക്കൽ താബികളെ പലക്ക കൊണ്ടാണ്. ആരെ? ഒന്ന് ഖുർആൻ്റെ വ്യാഖ്യാനിക്കൽ, ഹദീസ് കൊണ്ട് വ്യാഖ്യാനിക്കൽ, സഹാബികളെ പലക്ക കൊണ്ട് വ്യാഖ്യാനിക്കൽ, താബികളെ പലക്ക കൊണ്ട് വ്യാഖ്യാനിക്കൽ അല്ലേ. പിന്നെ അഞ്ചാമത്തെ വിഭാഗമാണ് ഖുർആൻ്റെ ഗവേഷണം കൊണ്ട്. ഗവേഷണം എന്താക്കട്ടെ? റിസർച്ച് ആക്കിയിട്ട് ഖുർആൻ്റെ ഇത് എങ്ങനെ റിസർച്ച് ആക്കട്ടെ? ഈ ഖുർആൻ്റെ താബികളെയും അതുപോലെ തന്നെ സ്വഹാബികളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഖുർആൻ്റെ ആശയത്തെ എതിരാവാത്ത രീതിയിൽ ഞങ്ങളെ ബാക്കിയുള്ള ഫണ്ടുകളെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് മന്തിക്കും ആനിയും ഉസൂലുദ്ദീനും ഉസൂലുൽ ഫിഖ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് അതുകൊണ്ട് റിസർച്ച് ആക്കിയിട്ട് പണ്ഡിതന്മാർ ഖുർആൻ്റെ വ്യാഖ്യാനിക്കിടാറ്. ഇത് എന്തൊക്കെ ചൊല്ലുന്നുണ്ടായെങ്കിൽ ശ്രദ്ധിക്കണം. ഖുർആൻ്റെ ദുർവ്യാഖ്യാനം നടക്കൽ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതാണ് ഞങ്ങൾ ഇപ്പോൾ ഖുർആൻ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണ ഒരു വിഷയമാണ് ഖുർആൻ്റെ ദുർവ്യാഖ്യാനത്തെ വിഷയത്തിൽ നിന്നാണ് വേണ്ട. അപ്പോൾ നോക്കൂ, ഖുർആന് അപ്പോൾ 5 രൂപങ്ങളിലാണ് ഖുർആൻ്റെ എന്താക്കടേ ശ്രദ്ധിക്കുക. 5 രൂപങ്ങളിൽ ഖുർആൻ്റെ അവലംബമായിട്ട് നടക്കട്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രദ്ധിക്കണമായത് ഖുർആൻ തഫ്സീറുകൾ 2 രൂപങ്ങളുണ്ട്. തഫ്സീറുകൾ 2 രൂപങ്ങൾ, 3 രൂപങ്ങൾ തഫ്സീറുകളുണ്ട്. തഫ്സീർ ബിൽ മഅ്സൂർ ചൊല്ലുണ്ട്. തഫ്സീർ മഅ്സൂർ ചൊന്നിട്ടുണ്ടെങ്കിൽ ഖുർആനും അതുപോലെ തന്നെ ഹദീസും സ്വഹാബികളെ പലക്കവും താബികളെ പലക്കുകളെല്ലാം അതിലടിസ്ഥാനമാക്കിയിട്ട് രചിക്കുന്ന കിതാബ് കാണിയത് തഫ്സീർ ബിൽ മഅ്സൂർ അല്ലേ. ഹസറുകൾ കൊണ്ടുള്ള തഫ്സീറും ചൊല്ലി അതിലൊരുപാട് കിതാബുണ്ട്. ഇമാം സമർക്കന്ദി റളിയല്ലാഹുവിൻ്റെ തഫ്സീറും ഇമാം സഅലബി റളിയല്ലാഹുവിൻ്റെ തഫ്സീറും അതുപോലെ തന്നെ തഫ്സീർ ഇബ്നു കസീർ കേട്ടിട്ടില്ലേ, ഇമാം ബഗവി റളിയല്ലാഹുവിൻ്റെ തഫ്സീറും ഇതെല്ലാം ഇതിൽപ്പെട്ടതാണ്. ഇതിലെല്ലാം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഹദീസായിട്ടിക്കൂ, അതിനെ വിശദീകരണം കൊടുക്കണേ, സ്വഹാബികളെ പലക്കയറ്റിക്കൂ, താബികളെ പലക്കയറ്റിക്കൂ. അതുപോലെ തന്നെ രണ്ടാമത്തെ വിനോ തഫ്സീറാണ് തഫ്സീർ ബിർ റഈ. തഫ്സീർ ബിർ റഈ ചൊന്നുണ്ടെങ്കിൽ ഗവേഷണത്തിലൂടെ ഖുർആനും സുന്നത്തും അതുപോലെ തന്നെ സ്വഹാബികളെ ആ പലക്കത്തുക്കെല്ലാം എതിരാവാത്ത രീതിയിൽ പരിശുദ്ധമായ ഖുർആൻ്റെ വ്യാഖ്യാനിക്കട് ഇതാണ്. അത് ഇമാം സമഖ്ശരി റളിയല്ലാഹുവിൻ്റെ തഫ്സീർ, ഇമാം റാസി റളിയല്ലാഹുവിൻ്റെ തഫ്സീർ റാസിയുണ്ടല്ലേ, മഫാത്തിഹുൽ ഗൈബ് ചൊല്ലെ പേരുള്ള ഇമാം റാസി റളിയല്ലാഹുവിൻ്റെ തഫ്സീർ. അതുപോലെ തഫ്സീർ നസഫി. ഞങ്ങൾ ജലാലൈനി തഫ്സീർ ജലാലൈനി ഉണ്ടല്ലേ. എന്ത് ജലാലൈനി എന്ന് പേര് വന്നേ? രണ്ടല്ലേ, ജലാലുദ്ദീൻ, ഇമാം ജലാലുദ്ദീൻ സുയൂത്തിയും ജലാലുദ്ദീൻ മഹല്ലി. ഇമാം മഹല്ലി റളിയല്ലാഹുവിന് അതുപോലെ തന്നെ സുയൂത്തി റളിയല്ലാഹുവിന് രചിച്ച കിതാബാണ് സൂറത്തുൽ കഹ്ഫ് മുതൽ സൂറത്തുൽ നാസ് വരെ. ആരെഴുതിയത്? ഇമാം മഹല്ലി റളിയല്ലാഹുവിന്. ആദ്യമല്ലേ കഹ്ഫ് മുതൽ നാസ് വരെ. പിന്നെ അത് കഴിഞ്ഞിട്ട്
ഫാത്തിയം തുടങ്ങിയത് അല്ലേ. പിന്നെ അൽ ബഖറ മുതൽ സൂറത്ത് ഇസ്രാ വരെ ആരാണ് രചിച്ചത്? ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അല്ലേ. അതേ ശൈലിയിൽ ആ തഫ്സീറുൽ ജലാലൈനി തഫ്സീർ ബിർ റഈ ആ വിഭാഗത്തിൽപ്പെട്ട കിതാബാണ്. തഫ്സീർ ബിർ റഈ എന്താണ്? കിതാബിൽപ്പെട്ടതാണ്. അതുപോലെ തഫ്സീർ ബിൽ ഇഷാരി എന്ന് പറയുന്ന ഒരു രൂപമുണ്ട്. ചൊന്നിട്ടാണെങ്കിൽ സൂഫിയാക്കൾ അതിലെ ആന്തരികമായ അർത്ഥം, അതിലെ വളാർത്ഥം എന്താക്കിടാറ്? വിശദീകരിക്കാറ് തഫ്സീറെ. അപ്പോൾ ഖുർആൻ്റെ വ്യാഖ്യാനം സ്വന്തം രൂപത്തിൽ വ്യാഖ്യാനിക്കുക അവിടെ ഇല്ല. യുളുല്ലു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ. ഖുർആൻ ആയത്തില്ലേ ഹാഫിളിങ്ങളില്ലേ? ആരാ ഹാഫിളിങ്ങൾ? പേടിക്കേണ്ട, കേൾക്കില്ല. റായിദ അറിയില്ല ഹാഫിളിങ്ങളില്ലേ? ഏനാ വയഹ്ദി തുടക്കാനാ യുളുല്ലു ബിഹി കസീറ. പക്ഷേ യുളില്ല യഹ്ദിയ യുളുല്ലു ബിഹി കസീറ അല്ലേ. വയഹ്ദി ബിഹി കസീറ. പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് ഒരുപാട് ആൾമാർ ഹിദായത്ത് കൊണ്ടാറ്, ഒരുപാട് ആൾമാർ പിഴച്ചു പോണ്ടാറ് അല്ലേ. ഇണ്ട് നിങ്ങൾ നോക്കൂ, മുസ്ലിം സമുദായത്തിൽ ഒരുപാട് നൂതനവാദികളുണ്ട്. തബ്ലീഗും ജമാഅത്തും അതുപോലെ തന്നെ സലഫികളും അല്ലേ. ഈ എല്ലാം നൂതനവാദികളെ അങ്ങനെല്ലാം പിഴച്ചു പോകില്ല. കാരണം ഖുർആൻ ദുർവ്യാഖ്യാനാക്കിയത് കൊണ്ടാണ്. അപ്പോൾ ഖുർആൻ വ്യാഖ്യാനാക്കണത് എങ്ങനെയാണ്? ഇപ്പം നിങ്ങൾ പഠിച്ചില്ലേ, ഒന്ന് ഖുർആൻ കൊണ്ട്, ഹദീസ് കൊണ്ട്, സ്വഹാബികളുടെ പലക്ക് കൊണ്ട്, അല്ലെങ്കിൽ താബീങ്ങളുടെ പലക്ക് കൊണ്ട്, അല്ലെങ്കിൽ ഖുർആൻ്റെ ഞങ്ങളുടെ നിയമത്ത് എതിരാവാത്ത രൂപത്തിലുള്ള അന്വേഷണങ്ങളെ കൊണ്ടാണ് ഖുർആനെ വ്യാഖ്യാനിക്കണേ. ചില ആൾമാർ പല രൂപത്തിൽ അങ്ങനെ സ്വന്തം രീതിയിൽ വ്യാഖ്യാനിച്ചത് കൊണ്ട് പല ആൾമാർ ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോയിടാറ്. ഖുർആൻ്റെ വ്യാഖ്യാനാക്കിയ ആൾമാർ. അതിൽ ആദ്യ മനുഷ്യരുടെ ഉത്ഭവമുണ്ട്. എപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാം സൃഷ്ടിച്ചില്ലേ, ആദം നബി അലൈഹി ഇസ്ലാമിൽ സൃഷ്ടിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കിരട്ടിയ ചൊന്തു എന്തിനെ ആർക്ക് സുജൂദ് ചെയ്യൂ? ആദം നബി അലൈഹി ഇസ്ലാം ചൊന്നില്ലേ, അതിൽ ഇബ്ലീസ് മാറി നിന്ന അബാ വസ്തക്ബറ അല്ലേ. അവന് മാറി നിന്നിട്ട് എന്തിനു വന്നാ അന ഖൈറു മിൻഹു അന അവണ്ടാണ്ടി പമ്പ നാണുണ്ട് അല്ലേ. അവണ്ടാണ്ടി ഉഷാറാറ്. കാരണം എന്തിനു വന്നേ? തീ കൊണ്ടു പടച്ചത് അവിടെ തുടങ്ങിയത് അല്ലെ. ഒന്നാമത്തെ ദുർവ്യാഖ്യാനാക്കിയ വ്യക്തിയാണ് ആര് അല്ലേ? വ്യക്തി ഒരാളുടെ ശരീരത്തുക മഹത്വം വേണ്ടേ? ശരീരത്തുക മഹത്വം വേണ്ടേ? ശരീരം എല്ലാവർക്കും ഒരേപോലെ ഇല്ലേ? കയ്യാറുകില്ലാത്ത ഇവിടെ തടിയില്ലേ? ശരീരത്തിൽ ഓരോ പാർട്സ് എല്ലാവർക്കും ഇല്ലേ? അപ്പോൾ മഹത്വം വേണ്ട എവിടേക്ക്? ശരീരത്തുക അല്ല. അള്ളാഹു തആല ഇൽമു കൊടുക്കുമ്പോൾ പ്രത്യേകമായിട്ടും എന്താ അവിടെ മഹത്വങ്ങൾ പണ്ട്. അപ്പോൾ എന്താക്കിയത്? ഇബ്ലീസ് അവിടെ വ്യാഖ്യാനാക്കിയത് ആദം നബി അലൈഹി ഇസ്ലാമിയുടെ ഖൈർ ആറും ചൊന്ന അല്ലേ, സ്വന്തത്തെ ചൊന്നിട്ട് അവിടെ ദുർവ്യാഖ്യാനാക്കിയത്. അതുപോലെ തന്നെ ഈ യഹൂദികളും അതുപോലെ തന്നെ നസ്രാനികളും, യഹൂദി ക്രിസ്ത്യന്മാരുണ്ടല്ലേ, ഇങ്ങൾക്ക് യഹൂദികൾക്ക് ഇറക്കപ്പെട്ട കിതാബ് ഏത്? തൗറാത്ത്. മൂസാ നബി അലൈഹി ഇസ്ലാമിലേക്ക് തറാവത്താറത്തല്ലേ, അങ്ങനെ പരമ്പരയിൽ പണ്ട് ആൾമാരല്ലേ യഹൂദികൾ ചൊല്ലത്. അതുപോലെ തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിയുടെ ഇറക്കപ്പെട്ട കിതാബ് ഏത്? ഇഞ്ചീൽ അല്ലേ. ആ ഇഞ്ചീൽ എന്താക്കിയാൽ രണ്ടും ചേഞ്ചസ് ആക്കിയാറ്. തൗറാത്തിൽ ദുർവ്യാഖ്യാനാക്കിയത് 3 രൂപത്തിലാണ്. ചില ആൾമാർ എന്താക്കിയാറ് ചൊന്നുണ്ടായെങ്കിൽ ശ്രദ്ധിക്കറോ, ആയത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആക്കിയാറ്. വേറെ ആയത്ത് അവിടെ ഉള്ള ഒരു ആയത്തല്ല, വേറെ ഒരു ആയത്ത് എന്തായിട്ട് അവിടെ കൊടുത്തിട്ട് വെച്ചാറ്. ചില ഉള്ള ആയത്തിനെ മറച്ച് വെച്ചാറ്. അതിനെന്താക്കിയാറ് ചൊന്ന ഞങ്ങൾ ആശയത്തിക്ക് അല്ലെങ്കിൽ ഞങ്ങൾ ലാഭത്തിന് നഷ്ടം ഉണ്ടാക്കിയിട്ട് അപ്പോൾ ആയത്തിനും ഇതാക്കിയാറ്. പിന്നെ ആയത്തിനെ ദുർവ്യാഖ്യാനാക്കിയാറ്. ഈ രൂപത്തിലെല്ലാം തൗറാത്തും ഇഞ്ചിയിലും എല്ലാം ചേഞ്ചസ് ആക്കിയെന്നാറ്. പരിശുദ്ധമായ ഖുർആൻ്റെ ഈ രൂപത്തിലാക്കുകയാവില്ല. അവിടെ ആയത്തിനെ ഒരായത്തിനെ അതിനെ കട്ടാക്കിയിട്ട് വേറൊരു ആയത്ത് കൊണ്ടുവരാൻ സാധ്യമുണ്ടോ? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ഹാഫിളൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ്റെ പൂർണ്ണമായിട്ടും സംരക്ഷിക്കാണ്ട് ആര് ചൊന്നുറു? അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നുറു. അപ്പോൾ അതുകൊണ്ട് ആ ആയത്തിനെ ഖുർആൻ്റെ പൂർണ്ണമായി സംരക്ഷിച്ച ഒരായത്ത് പോലും ചേഞ്ച് ആവില്ല, ഒരക്ഷരം പോലും എന്താവില്ല, എന്തേ ചേഞ്ച് ആവില്ല. പണ്ടെടുത്ത ഖുർആനെ കാണുന്നുള്ളതാ ആര് ചൊന്ന ഒരു പുള്ളി പോലും ചേഞ്ച് ആവില്ലെന്ന് ചൊന്നല്ലേ. എന്താ നോക്കറോ, ഇവിടെ 2 പുള്ളിയുണ്ട്, ഒരു പുള്ളി വേണം അവിടെ ഉണ്ട്. നോക്കുമ്പോൾ അതെന്താക്കിയത് ഒരു ഈപ്പ് എന്താ പാത്ത വെട്ടാക്കിയത്. അപ്പോൾ അതാണ് എന്താ അവിടെ 2 പുള്ളിയും ചൊന്നിട്ടുണ്ട്. അങ്ങനെ ഒരാൾ തമാശയ്ക്ക് ചൊല്ലാറ്. അപ്പോൾ ഖുർആൻ്റെ ഒരു അക്ഷരം പോലും ചേഞ്ച് ആവില്ല. ചേഞ്ച് അവിടെ ഇല്ല, ചേഞ്ച് ആയിട്ടില്ല. അതേസമയത്ത് ഇത് ഇനിയുള്ളത് ഖുർആൻ്റെ ഉള്ളത് ഒറ്റ ഒരു വഴി മാത്രം. എന്തേ? ദുർവ്യാഖ്യാനാക്കട്. എന്തേ? ദുർവ്യാഖ്യാനാക്കരുത് മാത്രം ഇട്ടിക്കിടും. അതിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ട് ഈ യഹൂദികളും ഏറ്റവും കൂടുതൽ. ഇപ്പം നിങ്ങൾ റിസർച്ച് നിങ്ങൾ പല രൂപത്തിലും പല പ്രോഗ്രാമെല്ലാം ആക്കണം. ഖുർആൻ റിസർച്ച് ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇണ്ട് യഹൂദികളും ക്രിസ്ത്യാനികളും ഏറ്റവും കൂടുതൽ ഫണ്ട് ചിലവാക്കുന്നതും അങ്ങനെ ടൈം സ്പെൻഡ് ആക്കണേക്ക് വേണ്ടിയിട്ടുള്ള ഖുർആൻ്റെ ദുർവ്യാഖ്യാനാക്കുക വേണ്ടിയിട്ട്. ഖുർആൻ്റെ
ദുർവ്യാഖ്യാന. കേരളത്തിലൊരു മർക്കസുൽ ബിഷാറ ചൊല്ലുന്നതിനുണ്ട്. ഞങ്ങളെ ഈ മർക്കസുൽ ഓഫ് ക്യാമ്പസ് അല്ല, മർക്കസുൽ ബിഷാറ എന്നെങ്കിൽ ഈ മർക്കസു സഖാഫതി സുന്നിയ ഉണ്ടല്ലോ, അതിൻ്റെ ഓഫ് ക്യാമ്പസ് അല്ല. ഒരു ക്രിസ്ത്യാനിൻ്റെ ഞങ്ങളെ ഒരു സ്ഥാപന സംസ്ഥ, ഏത് മർക്കസുൽ ബിഷാറ മഞ്ചേരിയിൽ ചൊല്ലത്. അപ്പോൾ അങ്ങ് ഖുർആൻ്റെ ആയത്ത് ഉദ്ധരിച്ചിട്ട് എന്തിന് ഖുർആൻ്റെ ആയത്ത് അറബിയിലേക്ക് കൊടുത്തിട്ട് എന്തിനാക്കാർ ചൊന്നിട്ടുണ്ടെങ്കിൽ ബുക്ക് ഇറക്കിയിട്ട് എത്രമാ ബുക്ക് വിതരണമാക്കിക്കൊണ്ടുള്ളാറ്. ഈസാ നബി അലൈഹി ഇസ്ലാം ദേവപുത്ര ചൊന്നിട്ട് അല്ലേ. അങ്ങനെ ത്രിയേകത്വം ഉണ്ട്, ഏകത്വം. അങ്ങനെ വിശ്വാസങ്ങൾ നോക്കണം, അതിൽ സമർത്ഥിക്കുവാനായിട്ട് അങ്ങ് ദുർവ്യാഖ്യാനാക്കണേ എതിര് പരിശുദ്ധമായ ഖുർആൻ്റെ. അപ്പോൾ നോക്കണം, ഈ യഹൂദികളും ക്രിസ്ത്യാനികളും ഏറ്റവും കൂടുതൽ ഫണ്ട് ചിലവാക്കിക്കൊണ്ടുള്ളത് ഏതൊക്കെ വേനായിട്ട് ഖുർആൻ്റെ ദുർവ്യാഖ്യാനാക്കുക. അതിലെത്ര അങ്ങ് ചിലവാക്കിക്കൊണ്ടുള്ള വേറെതില്ല ഏറ്റവും കൂടുതൽ ചിലവാക്കിക്കൊണ്ടുള്ളാർ. പല ആൾമാർ വിമർശന രൂപത്തിലാണ് ഖുർആൻ്റെ പഠിക്കും. അള്ളാഹു തആലക്ക് ഹിദായത്ത് കൊടുക്കുക. അതിൽ യാഥാർത്ഥ്യം മനസ്സിലാകുമ്പോൾ എത്രയോ ആൾമാർ മുസ്ലിം ആവിടാറ്. എന്നാലും അങ്ങനെ ശ്രമം അങ്ങ് കൈവിടില്ല. ഒന്ന് രണ്ട് പോയെങ്കിൽ വിഷയമല്ല, പല രൂപത്തിലാണ് ചൊല്ലാറ്. ഒരുപാട് ഗൂഢാചാര്യങ്ങളെ ഇസ്രായേലിലെ ഏറ്റവും വലിയ ചരിത്രങ്ങളിൽ ഇപ്പോൾ മൊസാദ് ചൊല്ലി കേട്ടാറാ? മൊസാദ് കേട്ടാൻ കഴിയുതാക്കർ മൊസാദ് എന്തിനാ മൊസാദ് നിങ്ങൾക്ക് ഇസ്രായേലിലെ ഗൂഢാചാരിക്കുന്ന എന്തുണ്ടോ? രഹസ്യമായിട്ട് പോയിട്ട് ഇവിടെ ശ്രദ്ധിക്കറോ, രഹസ്യമായി പോയിട്ട് അങ്ങനെ മാഹിത്യല്ല കലക്റ്റാക്കട്ടെ. രഹസ്യമായിട്ട് പോയിട്ട് ഏതുവരെ ചൊന്നിട്ടുണ്ടായെങ്കിൽ ഈ ഹംഫർ ചൊല്ല സംഗതി കേട്ടാണ്. വഹാബിസമ്മയുടെ ചരിത്രങ്ങളെല്ലാം ചൊല്ലുമ്പോൾ ഹംഫർ ചൊല്ല ഒരു ഗൂഢാചാര്യമുണ്ട്. അങ്ങെല്ലാം വന്നിട്ടാണ് ഇസ്ലാമിനതിൽ ഈ പുതിയ നൂതനവാദം ഉണ്ടാക്കുകയുള്ള ഇതാക്കട്ടെ. ഇസ്ലാം മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പൊക്കെയുള്ള എല്ലാ വഴി ഇന്ത്യ ഏറ്റവും കൂടുതൽ ചർച്ച വിഷയമാണ്. ഓരോ ഇസ്രായേലിലെ ഇറാൻ്റെ ഒരു ചരിത്രം കണ്ടില്ലേ, ഒരു 15 വർഷം ഇമാമായ ഒരാൾ പിടിച്ചിടാറ്. നോക്കുമ്പോൾ പച്ച യഹൂദിയാണോ. ഖുർആൻ്റെ ഇസ്ലാമിൻ്റെ എല്ലാ നിയമല ഇങ്ങനെ പോലെ ദർസിൽ പഠിച്ചിട്ട് ഇതേപോലെ ദർസിൽ പഠിച്ചിട്ട് ഒരു നിസാമി ഒരു നിസാമി ഇതേപോലെ ദർസിക്ക് മാണികളിലേക്കുമ്പോൾ മാണികളിൽ വന്നിട്ട് അതുപോലെ തന്നെ പള്ളിയിൽ ഇമാമായിട്ട് നിന്നിട്ട് കേരളത്തിൽ നടന്ന സംഗതിയാണ്. അദ്ദേഹം കാണുമ്പോൾ എല്ലാ മുസ്ലിമീങ്ങളെ വേഷം ഉൾഗത്തെല്ലാം പഠിക്കരെ. ഏതുവരെ നിങ്ങൾക്ക് വാദപ്രതിവാറാവില്ലേ, സലഫിയങ്ങളെ മുക്കാമുക്കിയാവില്ലേ, അതൊക്കെ പോയിട്ട് വാദപ്രതിവാദത്തെ അദ്ദേഹം പോയിട്ടെല്ലാം വാദപ്രതിയാക്കട്ടെ. ഇസ്ലാമിനോട് പഠിച്ചിട്ട് പിന്നെ അധികൃതമായിട്ട് പാതിരിയ അവിടെ ഒരു സംഗതിയാണ് കണ്ടത്. ഈ മാഹിത്യമെല്ലാം ഇങ്ങനെ ഞങ്ങളുമേ ആളായിട്ട് ഇന്നിട്ട് അല്ലേ, അങ്ങനെ അത്ര വലിയ ആവേശമുള്ളവരില്ല. ഒരു പെണ്ണിൻ്റെ ചരിത്രമുള്ള ചൊണ്ട് ഇസ്രയേലും പിന്നെ ഇറാൻ യുദ്ധമില്ലിപ്പാ. ഇസ്രയേലും ഇറാനും യുദ്ധമായ അവിടെ ഒരു പെണ്ണ് ഗൂഢാചാരിക്ക് അങ്ങനെ എല്ലാ വിഷയ എവിടെല്ലാം ഉള്ളേ ചൊന്നിട്ടാക്കിയിട്ട് അവിടെ പോയിട്ട് ബാമ്പിട്ടിട്ട് അങ്ങനെ വലിയ വലിയ സയൻറ്റിസ്റ്റുമാരും അതുപോലെ തന്നെ സൈനിക കമാൻഡർമാരെല്ലാം കൊന്നത് ഇസ്രയേൽ എങ്ങനെ കൊന്നത് മാഹിത്തി ഗൂഢാചാരിക്കാണ്. മൊസാദ് ഗൂഢാചാരിക്കില്ലാത്ത ഒരു രാഷ്ട്രം പോലും ഇല്ലാന്ന് ചൊല്ലാറ്. അത്രയും ഗൂഢാചാരിക്ക് അങ്ങ് ചൊല്ലേ മൊസാദരങ്ങളെ വാക്കെന്തരെ ലോകത്ത് ഒരു ഇല പോലും നങ്ക് കൊന്താണ്ട് പന്തില്ലാണ്ട്. ലോകത്തൊരു ഇല പോലും അത്രയും പവർഫുള്ളായിട്ടാണ്. ലോകത്തുള്ള ഏത് രാഷ്ട്രത്തിലും എല്ലാ വിഷയങ്ങളും അങ്ങ് കൈ കിട്ടിയോണ്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഗൂഢാചാരിക ആൾമാർ ഈ യഹൂദികളും നസ്രാനികളും ആക്കിക്കൊണ്ടിരുന്നാറ്. മനസ്സിലല്ലേ? അണ്ട് ഈ തുർക്കി ഖിലാഫത്ത് ചൊല്ലത് ഡിവൈഡ് ആവുകയുള്ള കാരണം തുർക്കി ഖിലാഫത്തിൻ്റെ ചരിത്രങ്ങൾ പഠിക്കണം. ഇസ്ലാമിയുടെ വലിയൊരു സുന്ദരമായ ഒരു കാലമായിട്ട് ഇസ്രയേൽ രാഷ്ട്രം എപ്പോൾ സ്ഥാപനമായിട്ട് ചൊല്ലറു? ഇസ്രയേൽ സാവിധം പേരണ 48 അല്ലേ? അപ്പോഴാണ് ഇസ്രയേൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെ മധ്യപ്രാച്യ ചൊല്ലല്ലേ, മധ്യ ഏഷ്യ, അതിൽ മുസ്ലിം രാഷ്ട്രങ്ങളുള്ളേക്ക് ആ ഭാഗത്ത് ജോർഡാനുണ്ട്, സിറിയ ഉണ്ട് അല്ലേ, ഈജിപ്റ്റുണ്ട്, അപ്പുറത്ത് യമന്, ഒരുപാട് സൗദി അറേബ്യ, ഇങ്ങനെ ഒരുപാട് മുസ്ലിം രാഷ്ട്രങ്ങൾ ഇന്നുണ്ടായെങ്കിൽ അതൊക്കെല്ലാം ഒരു യഹൂദി രാഷ്ട്രമാണ് വലിയൊരു തലകുത്തായിട്ട് അങ്ങ് ഉപദ്രാക്കിക്കൊണ്ടല്ലേ. ഗാസത്തിൽ എത്ര ആൾമാരെ കൊന്നുകൊണ്ടുള്ളവരല്ലേ ഈ അടുത്ത് 2 വാരത്തിലായിട്ട് കാലി ചോറുക വേണ്ടിയിട്ട് എൻ്റെ ആൾമാർ ആയിരക്കണക്കിന് ആൾമാരെ കാലി ഷൂട്ടാക്കിയിട്ട് കൊന്നാറ് ചൊല്ലാറ്. ഒരു ജീമത്ത് ഒരു ബലയില്ലാത്ത രൂപങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഗാസത്തെ ആൾമാർക്ക് അള്ളാഹു തആല പൂർണ്ണമായ മോചനം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കൂ. അപ്പോൾ ഖുർആൻ്റെ വ്യാഖ്യാനത്തെ ദുർവ്യാഖ്യാനാക്കുകയോ പല ആൾമാർ ശ്രമിച്ചിറാറ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എവിടെ തുടങ്ങി? നബിതങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം അലി റളിയല്ലാഹുനും മുആവിയ റളിയല്ലാഹുനുമായിട്ടുള്ള ചെറിയ തർക്കങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അലി റളിയല്ലാഹുവിനുടെയും മുആവിയ റളിയല്ലാഹുവിനും രണ്ടാലെയും വലിയ സ്വഹാബികളാണ്, വലിയ ആദരവോടുകൂടി കാണുന്ന. ആ സമയത്ത് ഈ തർക്കങ്ങളെ പരിഹാരമാക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. തർക്കങ്ങളെ പരിഹാരമാക്കുവാനായിട്ട് ഒരു മധ്യവർത്തികളെ നിയമിച്ചാറ്. രണ്ടാല് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹുനു, അംർ ഇബ്നു ആസ് റളിയല്ലാഹുനു. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹുനു, അംർ ഇബ്നു ആസ് റളിയല്ലാഹുനു, രണ്ട് മധ്യവർത്തികളെ എന്ത് വേനായിട്ട്
അലി റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള വിഭാഗം, മുആവിയ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള വിഭാഗങ്ങളെ തർക്കങ്ങളെ പരിഹാരാക്കുവാനായിട്ട് ഈ സമയത്ത് ഒരു വിഭാഗം പുറത്ത് വന്ന് ഖവാരിജികൾ ചൊല്ലാറ്. എന്തിനെ? ഖവാരിജികൾ കേട്ടിട്ടില്ലേ? ഇസ്ലാമിയുടെ ആദ്യത്തെ വിഭാഗമാണ് ഖവാരിജികൾ അല്ലേ? ആ ഖവാരിജികൾ വന്നിട്ട് ചൊന്നാറ് പറ്റൂല, ഇനിയിൽ ഹുക്കുമ ഇല്ല, ഹുക്കുമ വിധിക്കുക അള്ളാഹു മാത്രമാണ്, മധ്യവർത്തിയാക്കൂത്തിറ, അത് പാടില്ല. അതുകൊണ്ട് പല മുസ്ലിമീങ്ങളെ കാഫിരീങ്ങളാക്കിയാറ്. മുസ്ലിമീങ്ങൾ എന്താക്കിയാറ്? കാഫിരീങ്ങളാക്കിയാറ്, ഇസ്ലാമിയുടെ പുറത്തു വന്നാറ്. അതുകൊണ്ടാണ് ഖവാരിജികളെ വാദം ചെന്നിട്ടുണ്ടെങ്കിൽ ഈ മുശ്രിക്കീങ്ങളെ മേലെ ഇറങ്ങിയതായ ആയത്തിലെ അതെല്ലാം ആറ് ഇതില്ലല്ലേ? ഇവിടെ ശ്രദ്ധിക്കണം. മുസ്ലിമീങ്ങളെ മേലെ ഇറങ്ങിയതായ ആയത്തിലെ കാഫിരീങ്ങളെ മേലെ ഇറങ്ങിയ ആയത്തിലെ മുസ്ലിമീങ്ങളെ ചുമത്തിയിട്ട് മുസ്ലിമീങ്ങളെ കാഫിറാക്കിയാറ്. മാത്രമല്ല കാഫിറായതുകൊണ്ട് മുസ്ലിമീങ്ങളെ കൊല്ലണു, അങ്ങനെ സമ്പത്തെല്ലാം ലൂട്ടിയാക്കാൻ ചെന്നിട്ട് ഫത്വ കൊടുത്ത ആൾമാരാണ്. ഇതേ പരമ്പര പിന്തുടർന്ന ആളാണ് ഇബ്നു അബ്ദുൽ വഹാബ്. ഇബ്നു അബ്ദുൽ വഹാബ് എന്നില്ലേ 11ാം ശതമാനത്തിൽ വന്ന ഒരാളാണ്. ആര്? ഈ വഹാബിസമിൻ്റെ സ്ഥാപക ഇബ്നു അബ്ദുൽ വഹാബ്. അദ്ദേഹം ഇതേ വാദക്കാരാണ്. ഖവാരിജികൾ ഇതേ വാദത്തെ ആൾമാരാണ്. അതുപോലെ തന്നെ ഏത് നജിദിലാണ് ഇബ്നു അബ്ദുൽ വഹാബ് എന്നത്. ഇബ്നു തൈമിയുടെ ആശയത്തെ 8ാമത്തെ ശതമാനത്തിൽ വന്ന ഇബ്നു തൈമിയുടെ അതേ ആശയത്തെ പിന്തുടർന്ന ആളാണ്. ആര്? ഇബ്നു അബ്ദുൽ വഹാബ് ചൊല്ലെ ഈ വഹാബിസമ്മുടെ സ്ഥാപക. അപ്പോൾ ഖുർആൻ്റെ വ്യാഖ്യാനിച്ചിരുന്നാക്കിയത്. അതേപോലെ തന്നെ ഈ ചരിത്രം കണ്ടല്ലേ, ഈ സാവിൽ സൂറത്തുൽ ഫാത്തിരയുടെ അഫമൻ സുയ്യന ലഹു ചൊല്ല ഒരായത്തുണ്ടല്ലേ? ഏണതായത്? അഫമൻ സുയ്യന സൂറത്തുൽ ഫാത്തിരിൽ ഒരായത്തുണ്ടല്ലേ, സൂ അമലിഹി എന്ന് പറഞ്ഞെന്തോ ആയത്ര തഫ്സീരിൽ അവിടെ ഖവാരിജികളെ വിഷയിച്ചുള്ളൂ അല്ലേ? ഈ വഹാബിസമും ഇതുപോലെയാണ് ആക്കിയതെന്ന് ചൊന്നിട്ട് വഹാബിസമ്മുടെ വിഷയം ചൊല്ലു. ഇപ്പം അത് പുതിയ കിതാബുകളെല്ലാം അതെന്താക്കണാറ് മായ്ക്കറ. അവിടെ വലിയ വൈറ്റ് മാത്രമേ കാണൂ. അവിടെ വഹാബിസം യുക്കാലഹു വഹാബിയ എന്താണെന്ന് ചൊന്നിട്ട് അവിടെ വാക്കുകളുണ്ട്. അതുപോലെ തന്നെ അതിൽ പിന്നെ വന്നേ ഒരു വിഭാഗങ്ങളാണ്. നോക്കൂ, ഇന്നത്തെ ഞങ്ങളുടെ രായത്തുള്ള ചെറിയ ഈ സലഫിസമുണ്ട്. സലഫിലിൻ്റെ ഒരുപാട് വിഭാഗങ്ങളായിട്ട് അല്ലേ? അതുപോലെ തന്നെ തബ്ലീഗ് ജമാഅത്തുണ്ട്. ഇത് പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുതിയ വാദങ്ങളുണ്ടല്ലേ. സുന്നിയല്ലാത്ത കക്ഷികളുടെ അങ്ങനെ നേതാവായിട്ട് അറിയപ്പെട്ട 3 ആൾക്കാരാണ്. ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു, അതുപോലെ തന്നെ റഷീദ് റിളാൻചുള്ള ആൾമാർ. ഇങ്ങനെ ചരിത്രം നല്ല രൂപത്തിൽ പഠിക്കണം. ഖുർആൻ്റെ ദുർവ്യാഖ്യാനാക്കിയ ആൾമാർ, ദുർവ്യാഖ്യാനത്തെ ഉസ്താദുമാറും ചൊല്ലാം. ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു, റഷീദ് റിളാൻ. ആര്? ഈ 3 ആൾമാർ സർവധർമ്മ സത്യം ചൊല്ലെ ഒരു വാദുള്ള ആൾമാരാണ്. ഏനെ സർവധർമ്മ സത്യം എന്തിനൊന്നുണ്ടാ? എന്തിന് ദങ്ങയത് ചൊല്ലല്ല? ഇസ്ലാം മാത്രമല്ല ശരി, മറ്റുള്ള ധർമ്മം ശരിയാ അല്ലല്ലേ? ഉറച്ച വിശ്വാസമുള്ള ആൾമാരല്ലേ? 3-4 പേര് ചെന്നാണ്. ആരെ 3-4 പേര്? മുഹമ്മദ് അബ്ദുൾ റഷീദ, ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു, റഷീദ് റിളാൻ ചൊല്ലത്. ഇങ്ങനെ സലഫികൾ നവോത്ഥാന നായകന്മാർ ചെന്നിട്ട് പരിചയപ്പെടുത്തുന്ന ആൾമാർ. ആര്? ശ്രദ്ധിക്കണം, നവോത്ഥാന ഖുർആൻ്റെ ദുർവ്യാഖ്യാനാക്കിയ ആൾമാർ വലിയ വിഭാഗത്തിലാണ്. സർവമത സത്യ ചെന്നേ എല്ലാ മതവും എന്താണ്? ഏത് മതം സ്വീകരിച്ചെങ്കിൽ സ്വർഗത്ത് പോകാൻ ചെന്ന് വാദിക്കുന്ന ആൾമാരാണ്. ഏത് മതം സ്വീകരിച്ചെങ്കിൽ അതാണ്. അക്ബർ ഒന്ന് ഓരോരോ ഇതാക്കിയല്ലേ? അക്ബർ ചക്രവർത്തി ഒന്നില്ലേ? ബീറബൽ അക്ബർ ചെന്നിട്ട് കേട്ടില്ലേ? ബീറബൽ ടൈം കൊടുത്തുണ്ടാ? അക്ബർ ചക്രവർത്തി ഓരോരോ സ്ഥാപനമാക്കിയില്ലേ? എല്ലാ മതത്തെ നല്ലത് കൂട്ടിയിട്ട് കൊണ്ട് പുതിയതൊന്നും ആക്കിയിട്ടുണ്ട്. ദീനെ ഹിലാഹി ചെന്നിട്ട് അല്ലേ? ആ വാദമുള്ള ആൾമാരാണ്. ആര്? ഈ സലഫികളെ നേതാവാണ്. ഇങ്ങാണ് നേതാവ്. ഇങ്ങനെ ആരെ നേതാവ്? ഈ സലഫികളും തബ്ലീഗിലെല്ലാം നേതാവ്. ഇങ്ങനെ ഖുർആൻ വ്യാഖ്യാനിക്കാറ്. നോക്കൂ, ഏതുപോലെ ചൊന്നിട്ടുണ്ടെങ്കിൽ ഈ മുഹമ്മദ് അബ്ദു ചൊല്ലതുണ്ടല്ലേ, ഇങ്ങനെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വ്യാഖ്യാനാക്കിയ ആൾമാരാണ്. കള്ള് ഹലാലാക്കിയ മനുഷ്യനാണ്. എന്തേ? ഖുർആനിൽ ഇന്നമൽ ഹംറു വൽ മൈസിറു, ഇന്നമൽ ഹംറു വൽ മൈസിറു വൽ അസ്ലാമു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ അല്ലേ? ഖുർആനിൽ ചൊന്നൊരു ഹംറു ഉണ്ടാകും. ചൊന്നേ ഹംറു എന്നെന്തരേ ഉള്ളല്ല? ഹംറു എന്നെന്തരേ?
ആ മുന്തിരിയിൽ നിന്നുണ്ടാക്കിയ കള്ള് കാണുന്നതല്ലേ. അപ്പം അതല്ലാത്ത ഏതും എന്താക്കുക, ഖുർആൻ ചെന്നൊരു ഹംറല്ലേ, അങ്ങനെ വ്യാഖ്യാനിക്കുന്ന ആൾമാരുള്ളാറ്. അതിൽപ്പെട്ട ആളാണ് ആര്? മുഹമ്മദ് അബ്ദു ചൊല്ല ആള്. ബഡ്ഡി ഹലാലാക്കിയ മനുഷ്യ വേണു. ബഡ്ഡി പന്നിരടിച്ച് നിന്നാണ്ട് ചൊന്ന മനുഷ്യനാണ്. മനസ്സിലല്ലേ? അപ്പം അങ്ങനെ ഈ ആൾമാരെയാണ് ഇങ്ങ നേതാവായിട്ട് നടത്തല്. ആരെ ഇങ്ങടെ ആര് ചൊല്ലറു? അതുപോലെ തന്നെ ഇതൊക്കെ സയൻസിക്കെതിരായിട്ട് ഏതെങ്കിലും ഹദീസ് ആയത്തിന് അതിനെ സ്വീകരിക്കോ തീരാൻ ചൊല്ല മനുഷ്യൻ. സയൻസിക്കെതിരായിട്ട് ഹദീസിനെ അതിനെന്താക്കോ തീരാ? ഹദീസ് നിഷേധിക്കുന്ന ആൾമാരാണ്, മുഅ്ജിസത്തിനെ നിഷേധിക്കുന്ന ആൾമാരാണ് ഈ ആൾമാർ. മുഅ്ജിസത്ത് എന്തിനെ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അമ്പിയാക്കൾക്ക് കൊടുക്കുന്ന പ്രത്യേകമായ ഒരു കഴിവാണ്. ഖർഖുൽ ആദത്തിലെ സാധാരണ പ്രകൃതി നിയമത്തിന് എതിരായിട്ട് കൊടുക്കുന്ന ഒരു കഴിവാണ് മുഅ്ജിസത്ത് ഉള്ളത്. ആ മുഅ്ജിസത്തിനെ പൂർണ്ണമായിട്ടും നിഷേധിക്കുന്ന ആൾമാരാണ് ആര്? ഈ റഷീദ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന ഒരു മനുഷ്യൻ ശ്രദ്ധിക്കണോ? തഫ്സീറുൽ മനാർ ചൊല്ലേ, തഫ്സീർ അൽ മനാർ അല്ലേ. ഈ കിതാബില് ഓൺ ചൊല്ലൊരു പലക്കുണ്ട്. ഈ ഖുർആനിൽ കുറെ മൂജിസത്തെല്ലാം ചൊല്ലുന്നു. ഏത് ഖുർആന്റെ മൂജിസത്തിലെല്ലാം പിന്നരൂപത്തിൽ വ്യാഖ്യാനിക്കുന്ന മനുഷ്യന്മാരാണ്. ഖുർആന്റെ മൂജിസത്തിലെ മൂസാ നബി അലൈഹി സ്വലാം ചന്ദ്രനെ പിള്ളേർ ഇതാക്കിയതല്ലേ? ഏത് കടലുക്ക് പടിയടിച്ചിട്ട് അല്ലേ? കടലെന്തായിട്ട് ഭാഗമായിട്ട് അതിലൂടെ ആൾമാർ കടന്നുപോയാറ്. 7 ഭാഗമായിട്ടും ചൊല്ലാറ്. അതിലൂടെ കടന്നുപോയ സമയത്ത് അല്ലേ ഇതിനെ വ്യാഖ്യാനിക്കലാണ് ഒന്നുണ്ടാ? ഈ തന്നി കടലിൽ ചിലപ്പോൾ തന്നി കൊറടിയാടും വേലി ഇറക്കാൻ ചൊല്ലാറ് മലയാത്ര. എനിക്ക് ഞങ്ങളുടെ ഭാഷ എന്തിനല്ലേ ഈ തന്നി കൊറടിയാട് സമയം ഉണ്ടല്ലേ, യാത്രയുള്ള സമയം എന്തിനാ ചൊല്ലാറ്? എന്തിന് തണ്ണി കൊറോടിയിൽ കയറല്ലേ, തണ്ണി ജാസ്തിയാവുന്ന സമയം ഇക്കറല്ലേ. എനിക്ക് പ്രത്യേകമായ പേരുണ്ട്, ഒന്നുണ്ടാറ് എന്തിന്? ആ തണ്ണി കൊറോടിയിലെ സമയത്ത് ബടി ഇങ്ങനെ കുത്തിയിട്ട് എന്താക്കിയത്? ബടിയെല്ലാം കൊത്തിയിട്ട് അപ്പുറത്ത് കടന്നിട്ട് ഇത് വ്യാഖ്യാനാക്കടെ, ദുർവ്യാഖ്യാനാക്കടെ. കാരണം മുഅ്ജിസത്തിനെ അങ്ങെന്താക്കടെ? നിഷേധിക്കുന്ന ആൾമാറായിട്ടിക്കടെ, മുഅ്ജിസത്തിനെ നിഷേധിക്കടെ. അതുപോലെ തന്നെ ഖുർആനിൽ ചൊല്ല ഈ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രങ്ങളും ചന്ദ്രൻ പിളർത്തിയതും അതുപോലെ തന്നെ സ്വാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ ഏതിൽ നിന്ന് വന്നരേ? ബണ്ടകളിൽ നിന്നല്ലേ പുറത്ത് വന്നരേ? ഇങ്ങനത്തെ കുറേ ചരിത്രങ്ങൾ ചെന്നിട്ടില്ലെങ്കിൽ യൂറോപ്പിടെ ഒരുപാട് ആളുമാർ ഇസ്ലാം പറത്താറ് ചെന്നിട്ട് അള്ളാഹുക്ക് പടിപാട്ടേ. ആറ് ഈ തഫ്സീലിൽ മന റഷീദ് റളിയല്ലാഹു അൻഹു ഈ 3 ആളുമാർ 6 ചെന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ വഹാബിസമിനെ കേരളീയ വഹാബിസം അവിടെയല്ലേ ഇവിടെ വന്നരേ? സാവിദം വൈനൂറ 25 ആസുപാസിലാണ് വഹാബിസം ഉണ്ടായത്. കേരളത്തെ സാധാരണ 60 പിന്നാണ് കർണാടകത്തേക്ക് ഇപ്പുറത്ത് വന്നരേ ഈ വഹാബിസം ചൊല്ലി വന്നരേ. ഇങ്ങനെ മൈന് നേതാക്കന്മാരാണ് ഈ 3 ആളുമാർ. ഇങ്ങാണ് ഖുർആൻ ഏറ്റവും കൂടുതൽ ദുർവ്യാഖ്യാനാക്കിയ ആൾമാർ. ഇങ്ങനെ കൊണ്ടാണ് ഖുർആൻ ഏറ്റവും കൂടുതൽ ദുർവ്യാഖ്യാനം ഉണ്ടായത്. അത് ഇന്നത്തെ സമയത്ത് ഉണ്ട് ഏറ്റവും കൂടുതൽ ദുർവ്യാഖ്യാനാക്കിയ ആൾമാർ ആറ്? ഈ വഹാബിസം ഉണ്ടല്ലേ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഏറ്റവും കൂടുതൽ ദുർവ്യാഖ്യാനാക്കിയ ഇതാണ്. സുന്നികളെ സംബന്ധിച്ച് എന്താക്കിയാറ്? നിങ്ങൾ അള്ളാഹു അല്ലാത്തവരൊട്ടിക്ക് സഹായ കേൾക്കടാ ചെന്നിട്ട് സുന്നികളെ കാഫിറാക്കിയാറ്. ആറ്? സലഫിങ്ങ അല്ലേ, മുജാഹിദ് തബൈ സലഫിങ്ങ എന്താക്കിയാറ്? സുന്നികളെ കാഫിറാക്കിയാറ്. എന്തേ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ നിങ്ങൾ അള്ളാഹു അല്ലാത്തവരൊട്ടിക്ക് നിങ്ങൾ സഹായത ഇട്ടാറ് ചെന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പിന്നെ വന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ വാദമുണ്ട് എന്നുണ്ടെങ്കിൽ പ്രജാപ്രഭുത്വമായിട്ട് ഒരു വിഷയത്തിൽ ഇടപെടുക തീരാണ്ട്. ലാ ഹാക്കിമ ഇല്ലല്ലാഹ് വിധികർത്താവ് ആകുക തീരാൻ. താകൂത്തും ചൊല്ലാറ്. ഗവൺമെൻറ് ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യിടാറ്. മൂന്നത്തെ ചെന്നിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ജോബ് സ്വീകരിക്കുക തീരാ, വോട്ടിടുക തീരാ, വോട്ടുക്ക് നിൽക്കുക തീരാ, മനസ്സിലല്ലേ? അതുപോലെ തന്നെ ഇന്ത്യൻ കോടതിക്ക് സമീപിക്കുക തീരാ. ഇങ്ങനത്തെ കുറേ അങ്ങനെ വിദണ്ഡവാദിത്ത് ഇതാരെങ്കിലും സ്വീകരിക്കണമെങ്കിൽ അവന് കാഫിറും ചെന്നാൽ ഇങ്ങനെ വന്നിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഓതിയിട്ട് സലഫികളും കൂടി കാഫിറാക്കിയാറ്. ആരെ? എന്തുകൊണ്ട് ഇങ്ങനെ ഗവൺമെൻറ് എന്താക്കിടാറ്? ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതാക്കിടാറ്. അള്ളാഹു അല്ലാത്ത ഒരാൾ എന്താക്കിടാറ്? ഹാക്കിമായിട്ട് ഇങ്ങനെ തിരഞ്ഞെടുക്കാറ്, ജുഡീഷ്യലിക്ക് പോണ്ടാറ്, ജഡ്ജിനെ മുട്ട പോണ്ടാറ്. അതുകൊണ്ട് ഇങ്ങനെ ഇസ്ലാമിയുടെ പുറത്ത് ചെന്നിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നഅ്ബുദു ചെന്നിട്ട് ആരെ പുറത്താക്കി ഇറങ്ങാം? സുന്നികൾ എന്തും പുറത്താക്കി ഇറങ്ങാം അല്ലേ, സലഫികളെ പുറത്താക്കിയാറ്. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ വേണ്ടതാണ് ഏത്? ജമാഅത്ത് ഇസ്ലാമിയാണ് വന്നിട്ടല്ലേ. പിന്നെ വന്ന ചേകന്നൂർ വന്ന ആറ്? ചേകന്നൂർ വന്നു എന്തിനെ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ചെന്നിട്ട് ആരും കൂടി കാഫിലാക്കിയാ? ഇത് ആരെ? ജമാഅത്ത് ഇസ്ലാമിനെയും കൂടി ഞങ്ങൾ പുറത്താക്കിയ. ഇപ്പം ആകെയുള്ളത് ആറിപ്പാ? ചേകന്നൂർ. അവണിപ്പം കണ്ടാണ് ചേകന്നൂർ സംഭവത്തിൽ JCB ചൊല്ലാറ്.
JCB എന്ത് JCB ഉള്ളേ? ആ ജനാവ് ചേകണ്ണൂർ കവിത അങ്ങനെ വേണ്ടാറ്. പിന്നെ ഓണ് കാണാണ്ടാകുമ്പോൾ പല ഗുഡെല്ലാം വന്നിട്ട് JCB എല്ലാം തയ്ക്കറ് കാണാണ്ടായിരുന്ന എവിടെ പോയിരാണ്ട് എന്തിരണ്ടില്ല, മനസ്സിലല്ലേ? കുറേ ഗുഡെല്ലാം JCB ഒന്ന് പൊടിയാക്കിറ്. അപ്പോൾ ഖുർആൻ്റെ പല രൂപങ്ങളിൽ എന്താക്കിയാറ്? വ്യാഖ്യാനാക്കിയിട്ട് ഖുർആൻ്റെ ദുർവ്യാഖ്യാനാക്കിയാറ്, മനസ്സിലല്ലേ? അപ്പോൾ ഖുർആൻ്റെ വ്യാഖ്യാനാക്കിയിട്ട് നോക്കറോ ദുർവ്യാഖ്യാനാക്കിയ രൂപങ്ങളും നിങ്ങൾ എന്താക്കറോ മനസ്സിലാക്കറോ? 2 രൂപങ്ങൾ മനസ്സിലായി അല്ലേ? ഇപ്പോൾ ഖുർആൻ്റെ ഇന്നത് ഏറ്റവും കാലത്തിൽ സയൻസ് വ്യാപകമായിട്ടുള്ള വിഷയങ്ങളാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ സയൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ട്രോളുകൾ കേട്ടിറാറ. ട്രോൾ എന്തിരെ? ട്രോളാക്കണേ കേട്ടില്ലേ? എന്തിനാക്കില്ല ട്രോളാക്കണെന്നെങ്കിൽ? ഇപ്പം ഇനി ആവശ്യമാടാ ചൊല്ലോ എന്തിരെ കളിയാക്കണേ, തമാശാക്കണല്ലേ? സോഷ്യൽ മീഡിയത്തിൽ എന്താക്കണേ? ഈ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയത്തിൽ പല വീഡിയോയും അതാക്കിയിട്ട് ട്രോളാക്കണതല്ലേ? അതുപോലെ തന്നെ പിന്നൊന്നുണ്ട്, സർക്കാസം ചൊല്ലിട്ട് ഒരു സംഗതി ഉണ്ട്. എന്തിനെ? സർക്കാസം കേട്ടാറാ? സർക്കാസം ചൊല്ലൊരു സംഗതിയുണ്ട്. ട്രോളിലെ പിന്നൊരൂപമാണ്. ട്രോള് ചൊന്നിട്ടായെങ്കിൽ ഒരാളിപ്പോൾ നങ്ങെന്തെങ്കിലും എൻ്റെ പലക്കത്തിൽ എന്തെങ്കിലും അപ്പുറം ഇപ്പുറം ആവിടും, അതിൻ്റെ പിന്നെ വീഡിയോ ആക്കിയിട്ട് പിന്നെ എന്താക്കിടാറ്? ട്രോളാക്കിടാറ് അല്ലേ? സർക്കാസം ചൊന്നെങ്കിൽ അതല്ല. ഇങ്ങനെ ഒരു വിഷയം എന്താക്കണേ? ക്രിയേറ്റ് ആക്കിയിട്ട് കടത്തിട്ട് ഇങ്ങനെ ഒരു വിഷയത്തെ ക്രിയേറ്റ് ആക്കിയിട്ട് കടത്തിയിട്ട് അതിന് ആൾമാരെല്ലാം പ്രചരിപ്പിക്കാറ്. പിന്നെ ഇതിനെ കൈവിട്ടിട്ടു എന്താക്കടേ? അതിനെ വിമർശിക്കടേ. ഉദാഹരണം എന്നാ ചൊല്ല, പിന്നെ കുറേ നാൾ മുതൽ നിങ്ങൾ കണ്ടാറില്ല വന്നില്ല, പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ലേഖനമുള്ള വന്നിട്ടുണ്ട് പള്ളിയെ കുറിച്ചിട്ട്. വന്നിടാ ആരും ഓദ്യം കൊണ്ടാറാ? വാട്സപ്പിലുള്ള വന്നു, ഇത് കന്നഡത്തിലുള്ള വന്നിട്ടുണ്ട്. പള്ളി ഭയങ്കര ജീവിയാണ്. പള്ളിയുടെ അതിലെ മേലുള്ള ഓരോ ചെറിയ ദ്വാരുണ്ട്. അത് വലിയ വലിയ ഒരു അണുടെ ഭയങ്കരമായിട്ടുള്ള വിഷകാരിയായിട്ട് പലതും അതെന്താക്കട് പല പുറത്തിട്ട് ഏതൊരു പള്ളിയെ സംബന്ധിച്ചിട്ടാണ് ചൊല്ലേ, മനസ്സിലല്ലേ? അതുകൊണ്ടാണ് ഇസ്ലാം എന്തൊരു ചൊന്നിട്ട് പള്ളിയിൽ നീ എന്താക്കണോ ഒറ്റയടിക്ക് കൊല്ലണമെന്ന് ചൊന്നിട്ട് അല്ലേ? ഇത് ചൊന്നിട്ട് ഇവിടെ ചതിക്കണ വിഷയങ്ങൾ ഇത് ചൊന്നിട്ട് എന്താക്കട്ടെ വന്നിട്ട് പല സയൻറ്റിസ്റ്റുമാരെ പേര് ചൊല്ലാറ്. ഇതിൽ കണ്ടുപിടിച്ച ആൾ ഇങ്ങനെ ഇന്ന് സയൻറ്റിസ്റ്റാണ്. അതുപോലെ തന്നെ പല യൂണിവേഴ്സിറ്റിയുടെ പേര് ചൊല്ലാറ്. യഥാർത്ഥത്തിൽ ആ പേര് കൊടുത്തത് എന്തായിട്ട് കൊണ്ടുണ്ടാ നിങ്ങൾ നോക്കൂ. ഇത് ആക്കടെ ഇസ്ലാമിൻ്റെ വിരോധികൾ ഇസ്ലാമിലെ കളിയാക്കുള്ള ഒരു അവസ്ഥയാണ്. ശത്രുക്കൾ ഇസ്ലാം ഒന്നും എല്ലാം ചൊന്നിട്ട് ആക്കുള്ള രൂപങ്ങൾ. അപ്പോൾ ഇത് ഇത്ര ചൊല്ലുമ്പോൾ ഈ വിഷയങ്ങൾ ഭയങ്കരമായിട്ട് കാണില്ലേ? ഭയങ്കരമല്ലേ? അപ്പോൾ ഇസ്ലാം ഭയങ്കരമാണ്. ഇതിലെല്ലാവരും ഷെയർ ആക്കിയാണ്, എല്ലാ മുസ്ലിമീങ്ങളും എല്ലാം ഒറ്റൊന്ന് വിടാണ്ട്. ഏതുവരെ വെള്ളിയാസടക്കം ഈ വിഷയം എടുത്ത് പ്രസംഗിച്ചാറ്. ആ സയൻറ്റിസ്റ്റുമാരെ പേര് ചൊന്നാറ്. യഥാർത്ഥത്തിൽ ആ സയൻറ്റിസ്റ്റുമാരെ പേര് പരിശോധിക്കുമ്പോൾ അത് യൂറോപ്പിലുള്ള ഏതാ സിനിമാ നടന്മാരായിട്ടെന്നാറ്. സിനിമ ആക്ടർമാർ പേര് ഉള്ളേ സയൻറ്റിസ്റ്റുമാർ ചെന്നിട്ട് പേര് കൊടുത്തത് വെറുതെ പഠിച്ചിട്ട് ഉണ്ടാക്കട്ടെ, ക്രിയേറ്റ് ആക്കട്ടെ. സർക്കാസം ചൊല്ല ഇതാണ്. അതുപോലെ തന്നെ അവിടെ കൊടുത്ത യൂണിവേഴ്സിറ്റിയുടെ പേര്, ഏതോ സ്റ്റേഡിയമിൻ്റെ പേര്, കളിയുടെ സ്റ്റേഡിയമിൻ്റെ പേര്, ഏതോ സിനിമ നടന്മാർ അല്ലെങ്കിൽ ക്രീഡാ പട്ടുകളുണ്ടല്ലേ കളിക്കുന്ന ആൾമാർ പേര് കൊടുത്തിട്ടാണ് ചൊല്ലുന്നത്. നിങ്ങൾക്ക് ഈ ഭാഗത്ത് ആർക്കും തിക്കില്ല. അപ്പോൾ ഇതിൽ ചെന്നിട്ട് ഭയങ്കരമായിട്ട് നോക്കണം. അപ്പോൾ ഇതിൽ ബുദ്ധിയുള്ള ഒരാൾ ഉണ്ട് നോക്കറു. ഇങ്ങനത്തെ ഒരു യൂണിവേഴ്സിറ്റി എവിടെയുള്ള ചെന്നിട്ട് സെർച്ച് ആക്കി നോക്കുമ്പോൾ അതൊരു സ്റ്റേഡിയമിൻ്റെ പേരായിട്ടിക്കിട്. ഈ സയൻറ്റിസ്റ്റ് ആറ് നോക്കുമ്പോൾ ആറ് സിനിമ നടന്മാർ. ഇതുപോലെ ഞങ്ങളെ മങ്കാക്കയുടെ പല സംഗതികളുണ്ട്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഷെയർ ആക്കുമ്പോൾ ഭാര്യ ശ്രദ്ധിക്കണം. ഞങ്ങൾ ആ ഖുർആാനിക്ക് നല്ല ഇസ്ലാമിക്ക് നല്ല ഒരു ശക്തി കൂട്ട് ഒരു പലക്കാച്ച് വന്നിട്ട് എന്താക്കിടാറ്. അതുപോലെ തന്നെ ചന്ദ്രയാണത്തേക്ക് ഈ അടുത്ത് ചന്ദ്രയാണ 3 ആയിത്തല്ലേ? ചന്ദ്രയാണ 3 കേട്ടാറാ? ചന്ദ്രയാണ 3 അല്ലേ? പോയിട്ട് എന്താക്കിയത് അവിടെ ഇതായിട്ടാ ബാക്കിയേടാ. പിന്നെ വന്നിടാ അവിടെ പോയിട്ട് ഇഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പേരെന്താ? വിക്രമാ? എന്താ പേര്? വിക്രമല്ലേ എനിക്ക് പേര് വെച്ചിട്ടേ? ചൊല്ലൂർ വാന്നു. നായിക്കാന്തായിക്കോ. ഈ ചന്ദ്രയാണ് പോയപ്പോൾ അവിടെ കുറേ ഫോട്ടോ എല്ലാം ഉണ്ട്. അവിടെ വലിയൊരു തോട് പോലെ കണ്ടെത്തി. ഏതിത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കിയാറ് ഉണ്ട് ചന്ദ്രയാണ് പോയത് അവിടെ ഇതാക്കിയത് അല്ലേ? ഇങ്ങനെ കേട്ടില്ലേ? നീ ഫസ്റ്റ് ചന്ദ്രയാണത്ത് പോയ ആളാറ്? സാവിതോമീനും 69 നീല് ആർംസ്ട്രോങ് ചെന്നിട്ട് ഒരാൾ അമേരിക്കത്തെ ഒരാൾ പോയിട്ടില്ലേ അല്ലേ? ഫസ്റ്റ് ചന്ദ്രത്ത് പോയിട്ട് കാല് കുത്തിയ ആളല്ലേ? ഓണ് പോയ ഫസ്റ്റ് കേട്ടത് ബാങ്കാണ്. അങ്ങനത്തെ കുറേ കേട്ടിട്ടില്ലേ? ഫസ്റ്റ് പോകും ബാങ്കായിട്ട് അവനക്കൊരു വെളിച്ച ഭൂമിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ വെളിച്ച കണ്ടെത്ത് ഈ ഭൂമിയുടെ മേലത്തെ കീഴോടെ നോക്കണം. വെളിച്ച കണ്ടെത്ത് ആ വെളിച്ചത്തിൽ നോക്കുമ്പോൾ മതിയത് മക്കാ മദീന ചെന്നിട്ടെല്ലാം എന്താക്കിടാറ് ഇങ്ങനെ. നീൽ ആംസ്ട്രോങ്ങിന്റെ ഒരു പ്രസ്താവന പോലും ഈ വിഷയത്തിൽ വന്നിട്ടില്ല. ഇത് പടച്ചുണ്ടാക്കടേ അർത്ഥമില്ലേ? അപ്പം ഇങ്ങനെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുമ്പോൾ ഇതിന് ആൾമാർ എന്താക്കണം? ബുദ്ധിയുള്ള ആൾമാർ പിന്നെ ഞങ്ങൾക്കെതിരായിട്ട് തിരിച്ചു ഇതാക്കുന്നത് നോക്കൂ. ഇങ്ങനെ ചൊന്നുകൊണ്ടുള്ള സയൻറ്റിസ്റ്റ് വന്നിട്ട് ഇതിന്
ഇതിന് ആൾമാരാറ് സിനിമാ നടന്മാരെ പേരിട്ട് സയൻറ്റിസ്റ്റ് ഒന്നുള്ളാറ് ഇങ്ങനെ എത്ര വിഷയം ഇത്രയും ചൊന്നിട്ട് എന്താക്കിടാറ്. ഇതാണ് സർക്കാർ ശ്രമം. ഇതാ ക്രിയേറ്റ് ആക്കിയത് ഇങ്ങനെ. പിന്നെ ഇതിനെ ഏറ്റെടുത്ത അങ്ങനെല്ലാം കൂടി ഏറ്റെടുത്ത പിന്നെ ഇതിനെ പരിഹസിക്കുക തുടങ്ങിയാറ്. അങ്ങനെ പരിഹസിക്കുക തുടങ്ങിയാറ്. ഇസ്ലാമിയുടെ ഇതാക്കുന്ന രൂപങ്ങളാണ്. പിന്നെ ഈ അടുത്ത് ഈ വിമാന ഇതല്ലേ കത്തിയതല്ലേ ഇവിടെ അഹമ്മദാബാദിൽ ഒരുപാട് ആൾമാർ മരിച്ചില്ലേ. അപ്പോൾ എല്ലാ കത്തിയിട്ട് അവിടെ മുസ്ഹഫ് കത്തിയിട്ടില്ലാന്ന് ചെന്നിട്ട് ഒരു ഇത് വന്നുകൊണ്ട് നൻപണ്ട അതെല്ലാം സംഗതി ഇതിൻ്റെ ഭാഗമാണ് സർക്കാർ സഭയിലേക്ക് അർത്ഥടാ സംഗതി. പിന്നെ നോക്കിക്കൊണ്ടില്ല ഒരു ഇതിൽ ഭഗവത്ഗീത വന്നുകൊണ്ട് ഭഗവത്ഗീത ടോട്ടലി ഈ നിരീശ്വരവാദികൾ മൊത്തത്തിൽ എല്ലാ ധർമ്മത്തെ ട്രോളാക്കുള്ള ഒരു വഴിയാണത് ഇതാക്കണേ. മനസ്സിലല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പറയുമ്പോൾ പലപ്പോഴും ഞങ്ങൾ ഒറ്റടിക്ക് കണ്ണു മുച്ചിട്ട് അതിലെന്താക്കൊണ്ടില്ല പബ്ലിക് സ്റ്റേജിൽ ആ വിഷയങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ പ്രസംഗിക്കണം ഭയങ്കര അങ്ങനെ ഇങ്ങനെ ഖുർആനും സയൻസും ഇതിൽ ചെന്നിട്ട് ആ രൂപത്തിൽ എന്താക്കൊണ്ടില്ല ചൊല്ലുകൊണ്ടില്ല. പലപ്പോഴും ഞങ്ങൾ അവഹേളിക്കപ്പെട്ട ഇതുകൊണ്ട് അർത്ഥോടാ. അപ്പോൾ ഏറ്റവും കൂടുതൽ സർക്കാസം ചൊല്ലത് അതൊക്കെയാണ് ചൊല്ലത്. ഒരു വിഷയം അങ്ങനെ ക്രിയേറ്റ് ആക്കിയിട്ട് പിന്നെന്താക്കടാറ് ഇല്ലാത്ത ഇതിലെല്ലാം നോക്കുമ്പോൾ എന്താണ് സിനിമാ നടന്മാരുടെ പേരാണ് ഇത് സമൂഹത്തെ മുതൽ വായിച്ചെങ്കിൽ. ഇപ്പോൾ ഒരാളിതാ ഇത് വെച്ച് കാട്ടിതാ ഇങ്ങനെ ചൊന്ന ആൾമാർ ഇന്ന ആൾമാർ നിരീശ്വരവാദികളുടെ സ്പീച്ചിൽ കാട്ടുന്നതാ വ്യാപകമായിട്ട് ഷെയർ ആക്കിക്കൊണ്ടുള്ള മുസ്ലിമീങ്ങ നോക്കുമ്പോൾ ഇതാ ഇന്ന ആൾമാർ ഇത് നോക്കുമ്പോൾ കാട്ടുന്നതാ ഈ സ്റ്റേഡിയമിൻ്റെ പേരാണ് അങ്ങനെ യൂണിവേഴ്സിറ്റി ചെന്നിട്ട് പരിചയപ്പെടുത്തലേ. അപ്പോൾ ഈ രൂപത്തിലായിട്ട് ഞങ്ങളെ പരിഹസിക്കുകയോ ഏതൊരു യൂസ് ആക്കിക്കൊണ്ടുള്ളാറ്. അപ്പോൾ ഇതുകൊണ്ട് ചില ആൾമാർ ചെയ്യുന്നുണ്ട് ഇസ്ലാമിൻ്റെ ഏത് കാര്യം ചൊന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ സയൻസിക്ക് ഒപ്പാട്ടി ചൊല്ലണമെന്ന് ചൊല്ലുന്നത്. സയൻസിക്ക് ഒപ്പാട്ടി ചൊല്ലേണ്ട ഒരു ആവശ്യം നമുക്കില്ല. മനസ്സിലല്ലേ? ഇസ്ലാമിൽ പല കാര്യങ്ങൾ എന്താ വെച്ചെന്നെങ്കിൽ ഇസ്ലാം അത് ശാസ്ത്രീയമായിട്ട് എല്ലാം എന്താവണം തെളിയണമെന്ന് ചൊല്ല രൂപത്തിൽ ചില വാദങ്ങൾ സയൻറ്റിസം ചൊല്ലാറ്. എന്താണ് വൈജ്ഞാനിക വാദം ചൊല്ലത് നമുക്ക് പറഞ്ഞു തീരാം. അടുത്തവിടാ സയൻറ്റിസമാ എന്നെതിരെ എല്ലാ കാര്യങ്ങളും സയൻസ് കൊണ്ട് തെളിയണമെന്ന് ചൊല്ലത്. നമുക്ക് അങ്ങനത്തെ ആവശ്യമില്ല. ഒരു മുഅ്മിനായ മനുഷ്യനുക്ക് ഞങ്ങൾക്ക് ഖുർആനെ വിശ്വസിക്കൊണ്ടായെങ്കിൽ സയൻസ് കൊണ്ട് തെളിയേണ്ടില്ല. ഇസ്ലാമിൽ എന്തൊക്കെയാണ് ചൊല്ലി ചോദ്യമില്ല. യാക്കെ നൂറ് നിസ്കാരം എത്ര റക്കാത്ത് എന്തുകൊണ്ട് 4 റക്കാത്ത് അസർ നിസ്കാരം എത്ര റക്കാത്ത് 4 അല്ലേ. ഖുർആൻ ഏത് ഭാഷയിൽ അറബിയിൽ. എന്തുകൊണ്ട് അറബിയിൽ? ഈ ചോദ്യത്തിൽ പ്രസക്തിയില്ല നമുക്ക് മനസ്സിലായില്ല. ആ ചോദ്യമില്ല. അതുകൊണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഇതിലെ ചിലപ്പോൾ ഇതിൽ ചൊല്ലാറ് എന്തിനെ ഇതിനുള്ള ലോജിക്ക് എന്തിനെ അല്ലേ ഇതിന് ഉപകാരം എന്തിനേയും ചൊന്നിട്ട് പലതും കേൾക്കിടാറ്. അതൊക്കെ നമുക്ക് നോട്ടില്ല. മുഅ്മിനായ മനുഷ്യനുക്ക് അള്ളാഹു റസൂൽ പടിപാട്ടിത്താം അതിന് കണ്ണുമുച്ച് വിശ്വസിക്കലാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ വിഷയം അല്ലേ. പക്ഷേ ഖുർആൻ ചൊല്ലത് അള്ളാഹു സുബ്ഹാനഹു വ തആല പല രൂപങ്ങളിലും എന്താക്കിറാ ഖുർആനിൽ 3 ഭാഗങ്ങൾ വിശ്വാസ സംബന്ധമായ വിഷയങ്ങൾ ചൊന്നിട്ടു. അതിലൊരു സാധാരണ 100 ചില്ലാർ ആയത്തുകൾ സയൻസുമായി ബന്ധപ്പെട്ട ആയത്തുകളും എല്ലാം ഉണ്ട്. മനസ്സിലല്ലേ? സയൻസ് ചൊല്ലത് എന്തിനു ചൊല്ലറു അത് ചേഞ്ച് ആയോണ്ടിക്കട്. സയൻസ് ചൊല്ലത് എന്തായിട്ടിക്കട് ചേഞ്ച് ആയി. ടെക്നോളജി സയൻസ് ആൻഡ് ടെക്നോളജി ചേഞ്ച് ആയിട്ടിക്കലല്ലേ. അതൊരിക്കലും പെർമനൻ്റ് ആയിട്ട് ഇങ്ങനെ നീണ്ടുണ്ടായെങ്കിൽ അത് അസ്തമിച്ചു പോവും. ചേഞ്ച് ആയിട്ടിക്കട് ശരിയിൽ നിന്ന് കൂടുതൽ. അപ്പോൾ ഖുർആൻ ചൊല്ലത് ഒരിക്കലും ചേഞ്ച് ആവാത്ത സംഗതിയാണ് അല്ലേ. അപ്പോൾ ഖുർആൻ ഏതെങ്കിലും ഒരു സംഗതിയെ പൂർണ്ണമായിട്ടും എന്താക്കട്ടെ അതുക്ക് വേനായിട്ട് ബന്ധിപ്പിക്കുന്നത് ശരിയാവില്ലാണ്ട് അത്രമേ. മനസ്സിലല്ലേ? അപ്പോൾ ആലോചന ആക്കിയിട്ട് എന്താക്കണം ചേഞ്ച് ആവിടും. ഗ്രഹങ്ങൾ വിഷയം വന്നിട്ട് അല്ലേ. ഗ്രഹങ്ങൾ എത്ര ഉണ്ട് ഗ്രഹങ്ങൾ ഗ്രഹങ്ങൾ എത്ര ഉണ്ട് 8 8 ചൊല്ലങ്ങ ഇതാക്കറു ഒലിമ്പ് ചൊല്ലങ്ങ ഇതാക്കറു. ഇപ്പോൾ കൈയുദ്ധാക്കിൻ്റെ എല്ലാം തൂയി വേണ്ടല്ലേ. ഒലിമ്പ് ചൊല്ലങ്ങ ഇതാക്കറു. ഒലിമ്പയുടെ കാല വൈഡല്ലേ. ഒലിമ്പയുടെ കാല വൈഡ് ഏത് സാധാരണ പ്ലൂട്ടോ അല്ലേ അതിലെ നവഗ്രഹത്തിൽ ഒന്നിനെ പുറത്താക്കിയ 8 ഗ്രഹമാണ് ചൊന്നത്. ഏത് 8 ഗ്രഹ അല്ലേ. ബാക്കിയുള്ള ഗ്രഹത്തുക്കുള്ളിലെ ലക്ഷണത്തിൽ ഒരു ലക്ഷണം ഏതൊക്കെയില്ല പ്ലൂട്ടോ ഇല്ലാന്ന് ചെന്നിട്ടു പ്ലൂട്ടോത്തെ പുറത്താക്കിയിട്ട് ഒരു 10 വർഷമായിട്ട് അല്ലേ. 1930 പിന്നെ ഈ പ്ലൂട്ടോ ചൊല്ലത് ഗ്രഹമായിട്ട് നമുക്ക് സയൻസ് ചേഞ്ച് ആയി വന്ന് സയൻസ് എന്താ വിടും ചേഞ്ച് ആയിട്ട് പണ്ട് അതുപോലെ തന്നെ എവിടെ നോക്കറോ ഗർഭത്തെക്കുറിച്ച് ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കണം. ഗർഭം എങ്ങനെ ഉണ്ടാവുന്നത് ചൊല്ലറോ അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അല്ലേ അണ്ടത്തെ സയൻസ് ഇതനുസരിച്ചിട്ടല്ല നോക്കുന്നുണ്ടായെങ്കിൽ ശ്രദ്ധിക്കറോ
അണ്ടത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടായെങ്കിൽ രണ്ട് ഈ ഗർഭാശയത്തിലുള്ള ഈ ചോരുണ്ടല്ലേ ഞങ്ങളെ ഹൈല് രക്തം ചൊല്ലാറ് സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടും നമുക്കില്ലാത്ത പ്രത്യേകമായ ഒരു ഓർഗൺ സ്ത്രീകൾക്കുണ്ട്. എന്തേ ഗർഭാശയം ചൊല്ലത് അല്ലേ? ഗർഭം ചൊല്ലത് ആണുകൊണ്ടാ? ഇല്ല, പെണ്ണ് കാണുള്ളത് അല്ലേ? ആ ഗർഭാശയത്തിൽ അവിടെ നോക്കറോ തിങ്കളാകുമ്പോൾ മെൻസസ് അവിടെ ആ ചാര ഗട്ടിയായിട്ടാണ് കിടാവുണ്ടാവുകയും ചെന്നിട്ടാണ് എന്താ അവിടെ ഇതായിട്ടിന്നെ അണ്ടത്തെ ഇത് അത് കാലങ്ങൾ മാറിയിട്ടല്ലേ? കാലങ്ങൾ മാറുമ്പോൾ അത് ചേഞ്ച് ആയിട്ട് അങ്ങനെ എല്ലാം ചെന്നിട്ട് ഖുർആൻ പണ്ടേ ബുർണു ഷാസ് സംബന്ധിച്ച ഒരു മനിയിൽ നിന്നാണ് നുത്തുഫത്തിൽ നിന്നാണ് ഒരു മനുഷ്യന് ജന്മം ഉണ്ടാവുകയുണ്ട്. പിന്നെ ചൊല്ലാറ് മനിയ് മുഴുവനും ഒരാളെ സ്രവിക്കപ്പെടുന്ന മനിയ് മുഴുവനും അതുകൊണ്ട് എത്ര മണി പുറത്തുകൊണ്ട് അതുകൊണ്ടാണ് ഗർഭമുണ്ടാവുകയുണ്ട്. ഇപ്പാണ് പുതിയ സയൻസ് വന്നിട്ട് അത് ചൊല്ലേ അതിൽ ഒരു മനുഷ്യൻ്റെ ഒരിക്കൽ പുറത്തു വേണ്ട മനിയിൽ സാധാരണ 8 കോടി ചില്ലാന ചെറിയ എന്തുണ്ട് ഓരോ അണുക്കൾ അതിലുണ്ട് ഓരോന്നും അതിൽ ഒന്ന് മാത്രമാണ് എന്താ അവിടെ ഓരോ കിടാവായിട്ട് പുറത്തു വേണ്ടേ ഒന്ന് മാത്രമാണ് എന്താ അവിടെ കിടാവായിട്ട് പുറത്തു വേണ്ടേണ്ട്. നമുക്കൊരു സയൻസ് ഉള്ളത് എന്താ അതിൻ്റെ ഇക്കട് ചേഞ്ച് ആയിട്ട് ഇക്കട് അല്ലേ? ചേഞ്ച് ആവാത്ത പല വിഷയങ്ങളും നമുക്ക് എന്താക്കാം സയൻസ് കൊണ്ട് പല വിഷയങ്ങളും നമുക്ക് സ്ഥാപിക്കുക സാധിക്കരുത്. സയൻസ് കൊണ്ട് ഖുർആൻ ഞങ്ങൾ പഠിക്കരുത്. ഖുർആനെ ഞങ്ങൾ പഠിക്കരുത് 3 കാര്യങ്ങൾക്ക് വേണമാണ്. എന്തിന്? ഒന്ന് അള്ളാഹുടെ കുറിച്ച് പഠിക്കുക വേനായിട്ട്. ഖുർആൻ എന്തിനു വേണേ പഠിക്കണങ്ങ? ഖുർആന് ലക്ഷ്യം എന്താ? അള്ളാഹുടെ പഠിപ്പാട്. 2 ആഖിറത്തെ കുറിച്ച് പഠിപ്പാട് വേനായിട്ടിക്കട്. അതുപോലെ തന്നെ മനുഷ്യരുടെ ഭൗതികമായിട്ടും ആത്മീയമായിട്ടും അവൻ്റെ വിജയത്തുക വേനായിട്ടുള്ള നിയമങ്ങൾ പഠിപ്പാടുള്ള കിതാബാണ് ഏത്? ഖുർആൻ ചൊല്ലത് അല്ലേ? ഖുർആൻ ചൊല്ലത് സയൻറ്റിഫിക് അല്ലേ? സയൻസിൻ്റെ ഗ്രന്ഥമാ. സയൻസ് പഠിപ്പാട്ടേ അല്ല. സയൻസിൽ ഒരുപാട് വിഷയങ്ങൾക്കുള്ള സൂചന ഏതിലുണ്ട്? ഖുർആനിലുണ്ട്. ഒരാൾ ഒരു നല്ല ഖുർആൻ്റെ മുഫസ്സിറാവുക ഒരുപാട് കണ്ടീഷനുകളുണ്ട്. മുഫസ്സിർ വിഷയം ഞാൻ ചൊന്നിട്ടില്ല. ആ മുഫസ്സിർ ഇന്നത്തെ കാലത്ത് ഒരുപാട് വിഷയങ്ങൾ ആ മുഫസ്സിർ പൂർണ്ണമായ അർഹതയുള്ള ഒരാൾ ഇൻ്റെ തഫ്സീർ രചിക്കലുണ്ടായെങ്കിൽ ഇന്നത്തെ പല വിഷയങ്ങളും ചന്ദ്രയാണും അതുപോലെ തന്നെ പുതിയ സയൻറ്റിഫിക്കൽ വിഷയങ്ങളെല്ലാം ഏതിൽ പുറത്ത്? ഇന്നത്തെ തഫ്സീറുകളിലെല്ലാം പുറത്ത്. മനസ്സിലായില്ലേ? പല വിഷയങ്ങൾ ഓരോ കാലക്രമം അനുസരിച്ചിട്ട് ഖുർആൻ്റെ ഏത് കാര്യങ്ങളെ കൊണ്ട് ഖുർആൻ്റെ കൊണ്ട് ഇണ്ട് പല സയൻറ്റിസ്റ്റുമാരെ കൊല്ലേണ്ടി വന്നിടാ. ബൈബിളിൽ സംഗതിച്ചിട്ട് പല സയൻറ്റിസ്റ്റുമാരെ കൊല്ലേണ്ടി വന്നിട്ട് കൊന്നില്ലേ? സൂര്യന് ചുറ്റും ഭൂമിയുടെ ചുറ്റും സൂര്യ ചുറ്റുന്ന വിഷയത്തിലെല്ലാം വന്നിട്ടില്ലേ? അവിടെ പല സയൻറ്റിസ്റ്റുമാരെ കൊന്നുറാറ്. അതേസമയത്ത് ഖുർആൻ്റെ ഒരു ആശയത്തിനെതിരായിട്ട് ഏതെങ്കിലും ഒരു സയൻറ്റിസ്റ്റിനെ കൊല്ലേണ്ടി വന്നിടാ. അങ്ങനത്തെ ചരിത്രം നിങ്ങൾ കേട്ടാറാ? ഇല്ല. ഏത് കാലത്തും സൂട്ടബിൾ ആവുന്ന നിയമങ്ങളാണ് ഏതുള്ളത്? പരിശുദ്ധമായ ഖുർആനുള്ള നിയമങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങൾ ശ്രദ്ധിക്കണമായ ഒരു വിഷയമാണ്. സമയങ്ങൾ അവസാനിച്ചു വന്നിട്ട് നോക്കി ചെറിയ സമയങ്ങളാണ്. 10 മിനിറ്റ് മാത്രം ചൊല്ലേ. ഖുർആൻ്റെ പിന്നെ നിങ്ങൾക്ക് ഈ ഭൗതികമായ നൈതികത ധാർമ്മികത എന്നറിയുള്ളതാ. ധാർമ്മികത ഒന്നുണ്ടാ? നൈതികത ചൊല്ലാറ്. ധാർമ്മികത ചൊല്ലാറ് മലയാളത്തിൽ. നൈതികത ഒരാൾ ഒരു മനുഷ്യന് ശരി തപ്പു ചെന്നിട്ട് തീരുമാനിക്കുകയാണ്. അല്ലേ? ഒരാൾ ജീവിക്കുന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്തത് ഒരാൾ കടിക്കുന്നത് ശരിയാ തപ്പാ തപ്പുമല്ലേ? എങ്ങനെ ഈ തപ്പും എങ്ങനെ തീരുമാനിക്കുകയാണ്? ഒരു നമുക്ക് കൃത്യമായിട്ടും ചൊല്ലാം. നോക്കൂ, ഈ യുക്തിവാദികൾ ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിലാക്കുന്ന വിഷയം നമുക്ക് ഖുർആനിൽ മാതാപിതാക്കളെ അല്ലേ നമുക്ക് എന്താക്കണം? ബേനായ കാര്യങ്ങൾ ചെയ്യണം. മാതാപിതാക്കൾക്ക് ബേനായ കാര്യങ്ങൾ ചെയ്യണം അല്ലേ? കുടുംബത്തെ നോക്കണം. ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ നമുക്ക് ചൊല്ലും ഇസ്ലാമിൽ. അതേസമയത്ത് ഈ നൈതികത ചൊല്ല ഈ സംഗതി ഖുർആൻ അല്ലാത്ത രൂപത്തിൽ എങ്ങനെ മനസ്സിലാക്കാം? അങ്ങ് പല കാരണങ്ങൾ ചൊല്ലാറ്. ഒരാൾക്ക് അതിൽ സമ്മതം ഇന്നിട്ടായെങ്കിൽ ആ കാര്യങ്ങൾ എന്താക്കാം? ഒരാൾക്ക് കൂടുതൽ സന്തോഷം കിട്ടണ്ടായെങ്കിൽ ആ കാര്യങ്ങൾ എന്താക്കാം? അത് നൈതികത ചൊല്ലാറ്. ആറ് അർത്ഥവിടെ ചൊല്ലിതർത്തോടാ. ഒരാൾക്ക് എന്താവിടും കൂടുതൽ ആൾമാർക്ക് സന്തോഷം കിട്ടണ്ടായെങ്കിൽ നൈതികത. ഉദാഹരണം ചൊല്ലെങ്കിൽ ഒരു പെണ്ണിടെ 4-5 ആൾ കൂടിയിട്ട് അത്യാചാരാക്കിടാറ്. അപ്പം 4-5 ആൾക്ക് സന്തോഷമാണ്, ആ പെണ്ണിക്ക് ദുഃഖമാണ്. അപ്പം ആ നോട്ടമില്ല. മനസ്സിലായില്ലേ? ആ പെണ്ണിക്ക് എന്തോ ആയെങ്കിൽ പ്രശ്നമില്ല. 4 ആൾക്ക് കൂടുതൽ ആൾമാർക്ക് സന്തോഷം കിട്ടുക അതങ്ങനെ നെയ്ത്തിക്കത്താൻ ചെന്നിട്ട് അങ്ങനെ വാക്കിൽ പിറകോടും. അടുത്തയില്ലേ? പല രൂപങ്ങളും. അതുപോലെ തന്നെ പരസ്പര സമ്മതി നിങ്ങൾ അവിടെ ചൊല്ലാറ്. പരസ്പര സമ്മതം. പിന്നെ ഒരാളിലെ കഷ്ടങ്ങൾ നോക്കിയില്ല. പരസ്പര സമ്മതി എന്തെങ്കിലും ഒരു പെണ്ണുക്കും പിന്നെ ഒരാണുക്ക് പരസ്പര സമ്മതം എന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ഹറാമ് ചെയ്യില്ല. ഭർത്താവ് സമ്മതിയില്ല, ഭർത്താവിൻ്റെ വിഷയം അവിടെ നോക്കുകയില്ല. അപ്പോൾ ഈ രൂപത്തിലുള്ള പല പ്രശ്നങ്ങളും ഏതിലുമുണ്ട് ഇന്നത്തെ യുക്തിവാദത്തിൽ. അതാണ് ചൊല്ലേ ഈ മനുഷ്യരുടെ നിയമങ്ങൾ മനുഷ്യ എങ്ങനെ വേണോ ചൊന്നിട്ട് നിയമം ഉണ്ടാക്കുകയില്ലേ? അധികാരമുള്ളവൻ അള്ളാഹു മാത്രമാണ്. എന്തുകൊണ്ട്? മനുഷ്യ ആരുടെ പ്രൊഡക്റ്റ്? അള്ളാഹുടെ പ്രൊഡക്റ്റ് അല്ലേ?
ഇൻ്റെ നിങ്ങൾ നോക്കൂ, ഈ മൈക്ക, ഈ ക്യാമറ ഏത് രൂപത്തിൽ യൂസ് ആക്കണം ചെന്നിട്ട് ഇതിക്ക് എത്ര ഈ ഡയറക്റ്റ് കറണ്ടിക്ക് കൊടുക്കാമാ? ഈ അഡാപ്റ്റർ ഇല്ലാണ്ട് ഡയറക്റ്റ് കറണ്ടിക്ക് കൊടുക്കാമാ? കൊടുത്ത എന്തരാവും? ആ, ഈ ബൾബ് ഡയറക്റ്റ് കറണ്ട് അല്ലേ കൊടുത്തത്? ഇത് അല്ലേ AC അല്ലേ? അതൊക്കെ DC അല്ലേ കൊടുത്തത്? അല്ലെ ഡയറക്റ്റ് കൊടുത്ത എന്തരാവും? അതുപോലല്ലേ? അപ്പോൾ ഓരോന്നും മൊബൈലിക്ക് സാധാരണ DC ആയിട്ടാണ്, AC DC ആയിട്ടാണല്ലേ കറണ്ട് ഇതാക്കടേക്ക് കൊടുക്കണേ. അപ്പോൾ നോക്കൂ, ഓരോ സംഗതിക്ക് അതിന് ഏത് രൂപത്തിൽ ഉപയോഗിക്കണമെന്ന് ചെന്നിട്ട് അതിന് ഉണ്ടാക്കിയ കമ്പനി എന്താക്കട് അതിലെ വിഷയങ്ങളെല്ലാം ചൊല്ലു അല്ലേ. അപ്പോൾ ഒരു മനുഷ്യൻ ഏത് രൂപത്തിൽ ജീവിക്കണമെന്ന് ചെന്നിട്ട് ഏത് രൂപത്തിൽ ജീവിക്കണമെന്ന് ചെന്നിട്ടുള്ള ചൊല്ലുകില്ല അധികാരം ആർക്ക് മാത്രമുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. മനുഷ്യ ഏത് നിയമം ഉണ്ടാക്കിയെങ്കിൽ അതിൽ എന്തെങ്കിലും ഒന്നായിട്ടിക്കട്, എന്തെങ്കിലും ഒന്ന്. അപ്പോൾ അതുകൊണ്ട് ഖുർആനുമായിട്ട് ഞങ്ങൾ എന്താക്കണോ, ഖുർആൻ സയൻസുമായിട്ട് ഞങ്ങൾ പല വിഷയങ്ങൾ ചർച്ചയാക്കുമ്പോൾ ശ്രദ്ധിക്കറോ, ചർച്ചയാക്കുമ്പോൾ പൂർണ്ണമായിട്ടും എന്താക്കൊണ്ടില്ല ഞങ്ങൾ ഖുർആൻ ഇങ്ങനെ എല്ലാ കാര്യം ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും സയൻസ് കൊണ്ട് തെളിയണമെന്നില്ല. ചില കാര്യങ്ങൾ സയൻസ് കൊണ്ട് തെളിയാം, മനസ്സിലല്ലേ? ചിലതെന്താ അവിടെ ഇനിയും എന്താക്കാം തെളിയണം അത്രമേ. ഇനി തീരെ സയൻസ് കൊണ്ട് തെളിയാത്ത പല കാര്യങ്ങളേക്കും നമുക്കതില്ല. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിട്ട് ആ ഭാഗത്ത് നോട്ടമേ ഇല്ല, മനസ്സിലല്ലേ? പക്ഷേ ഖുർആനിൽ സയൻസുമായി അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനെ ചിന്തിക്കില്ല. എൻ്റെ പരിശുദ്ധമായ ഖുർആൻ ചൊല്ലു. പല വിഷയങ്ങളും ഇന്നത്തെ പല വിഷയങ്ങൾക്ക് സൂചനയുണ്ട്. അങ്ങനെ നമുക്ക് എന്താക്കാം ചെറിയ സൂചിപ്പിക്കാം, മനസ്സിലല്ലേ? പല വിഷയങ്ങൾക്ക് എന്താവണോ ഇന്നത്തെ സൂചനയുണ്ടോ ചെന്നിട്ട് ഖുർആനിലുണ്ടോ ചെന്നിട്ട്. അപ്പോൾ ഈ രൂപത്തിൽ പരിശുദ്ധമായ ഖുർആൻ്റെ മനസ്സിലാക്കുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ.